حق قدره ومقداره العظيم. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن كل من في السماوات والأرض إلا آتي الرحمن عبدا لقد أحصاهم وعدهم عدا وكلهم آتيه يوم القيامة فردا. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا. وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. നമ്മുടെ അഭിനന്ദനായ ഗുരുവര്യർ എന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ, നിങ്ങൾ വന്നത് നന്നായി, നിങ്ങളുടെ നടത്തം അള്ളാഹു ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് ഒരുക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മഹത്തായ പ്രദേശം, ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹത്തുക്കളായ ആളുകൾ, നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെയായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വല്യപ്പ വല്യമ്മമാർ, സഹോദര സഹോദരിമാർ, അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എടുത്ത് ആഖിറത്തിലേക്ക് യാത്ര തിരിച്ച ഡോക്ടർ ഇർഷാദ്, അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖബറിന് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യ, അവർക്ക് അള്ളാഹു മനസ്സമാധാനം നൽകട്ടെ. അള്ളാഹു അവർക്ക് ഖൈറായൊരു ജീവിത പങ്കാളിയെ കൊടുക്കട്ടെ. ഡോക്ടർ ഇർഷാദ് മർഹൂം അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക്, അവരുടെ ബന്ധുമിത്രാദികൾക്ക്, ഒരുപാട് സുഹൃത്തുക്കൾ, അവരുടെയൊക്കെ മനസ്സിലെ വേദന അള്ളാഹു അദ്ദേഹത്തിന്റെ ആഖിറത്തിലേക്ക് വിജയത്തിന് കാരണമാകുന്ന പ്രാർത്ഥനകളാക്കി മാറ്റിക്കൊടുത്ത്, അദ്ദേഹത്തിന്റെ വിയോഗം കൊണ്ടുണ്ടായ ആ ഒരു വിഷമം അള്ളാഹു തആല തീർത്തു തന്ന് മനസ്സമാധാനം എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. അവരെ നമ്മയൊക്കെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനങ്ങളെ ഒരിക്കലും നമുക്ക് മറികടക്കാൻ കഴിയില്ലെന്നാണ്. وفوق تدبيرنا لله تدبير وفوق تقديرنا لله تقدير. നമ്മുടെ പ്ലാനുകൾക്കൊക്കെ അപ്പുറം അള്ളാഹുവിന്റെ ചില പ്ലാനുകളുണ്ട്. നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം അള്ളാഹുവിന്റെ കണക്കുകൂട്ടലുകളുണ്ട്. നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ, പ്ലാൻ ചെയ്യാൻ പറ്റും, പക്ഷെ നടക്കുന്നത് ആകാശലോകത്തെ തീരുമാനങ്ങളാണ്. നമുക്ക് തീരുമാനിച്ചുറപ്പിക്കാം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അടുത്ത മാസം, അടുത്ത വർഷം എന്നൊക്കെ, പക്ഷെ നടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. എന്നും പറയാറുണ്ട്. നമ്മുടെ പ്ലാനിങ്ങിനൊക്കപ്പുറം അള്ളാഹുവിന്റെ ഡിവൈൻ ഡെസ്റ്റിനി, അള്ളാഹുവിന്റെ തഖ്ദീർ, അതാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ തൃപ്തിപ്പെടേണ്ടവരാണ്.
നമുക്ക് ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും അള്ളാഹുവിൽ നിന്നാണ്. ആമന്ന വസല്ലംന റദീന വഅതഅന. പഠിച്ചവനെ, ഞങ്ങൾ തൃപ്തിപ്പെട്ടു അല്ലാഹുവേ, ഞങ്ങൾക്ക് പൊരുത്തമായി, ഞങ്ങൾക്ക് തൃപ്തിയായി, നിനക്ക് എന്തിഷ്ടമാണോ അത് ഞങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയേണ്ട സത്യവിശ്വാസികളാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അപകടങ്ങളോ ബുദ്ധിമുട്ടുകളോ മാരക രോഗങ്ങളോ ഒന്നും അള്ളാഹു വരുത്താതെ ജീവിക്കുന്ന കാലം അത്രയും പരിപൂർണ്ണ ആഫിയത്തും സലാമത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും, വിശിഷ്യ നമ്മുടെ ഉസ്താദ് അസീസ് ഉസ്താദ് അവറുകൾക്കൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. സൽക്കർമ്മം ചെയ്യുകയും ഈമാൻ ഉണ്ടാവുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. അത് ആലിമീങ്ങളുടെ, സത്യസന്ധരായ ഉഖ്റവിയായ ആലിമീങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. അവർക്ക് ബുദ്ധിക്കൊരു വിഷമമോ ശരീരത്തിന് അവശതകൾ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ ചിന്തയും അവരുടെ വാക്കുകളും അവരുടെ അമലുകളും ഒക്കെ പരിപൂർണമായും അള്ളാഹുവിന്റെ തൃപ്തിയിൽ തന്നെ, മനുഷ്യർക്ക് പ്രയാസമൊന്നുമില്ലാത്ത രീതിയിൽ യാതൊരു മാറ്റങ്ങളുമില്ലാതെ അള്ളാഹു നിലനിർത്തുന്നത് വാർദ്ധക്യത്തിലും അള്ളാഹു സത്യവിശ്വാസികൾക്ക് ഈമാനും അമലു സ്വാലിഹാത്തുമുള്ളവർക്ക് അള്ളാഹു ബുദ്ധിമോശം സംഭവിക്കാതെ നിലനിർത്തുമെന്നാണ്. അള്ളാഹു അങ്ങനെ നമ്മളെല്ലാവരെയും, വിശേഷിച്ച് നമ്മളിൽ വളരെ കാരണവരായ നമ്മുടെ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ആലിമീങ്ങളൊക്കെ അള്ളാഹു തആല എല്ലാവിധ മക്റൂഹിൽ നിന്ന്, സൂഇൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു മറിയമിലെ അവസാനത്തെ ചില ഭാഗങ്ങളാണ്. സൂറത്തു മറിയമിലെ അവസാന ഭാഗത്തെ ആയത്തുകളാണ് നമ്മൾ ഓതിയത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഈമാൻ ഉണ്ടാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കാരുണ്യവാനായ അള്ളാഹു അവന്റെ വുദ്, അള്ളാഹുവിന്റെ സ്നേഹം നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു മറിയമിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. കാരുണ്യവാനായ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്ന ഒരവസ്ഥ. നമ്മളൊക്കെ എപ്പോഴെല്ലാം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അള്ളാഹു നമ്മെ ഓർക്കുന്നുണ്ടെന്നാണ്. ദക്കറഹു ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. അള്ളാഹുവിനെ നമ്മൾ ഒറ്റയ്ക്ക് ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു ഒറ്റയ്ക്ക് നമ്മെ സംബന്ധിച്ച് പറയുമെന്നാണ്. ദക്കറഹു ഫീ മലഇൻ. ഒരു കൂട്ടം ആളുകൾക്കിടയിൽ വെച്ച് നമ്മൾ അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ അള്ളാഹു തആല ദക്കറഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും. നമ്മൾ പറയുന്ന ആ ആളുകളെക്കാളൊക്കെ ഖൈറായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു തആല നമ്മെ സംബന്ധിച്ചും പറയുമെന്നാണ്. അള്ളാഹുവിന്റെ ആ ഒരു സ്നേഹം സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രതിഫലമാണ്. നമ്മൾ ജീവിക്കാൻ വന്നതിനാണ്. ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് നിങ്ങളിൽ ഏറ്റവും നന്മ ചെയ്യുന്നത് എന്നാണ് അള്ളാഹു നോക്കുന്നത്. ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇവിടെ ജീവിച്ചു വന്ന് കുറെ അടിച്ചുപൊളിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നവരുണ്ട്. കുറെ അടിച്ചുപൊളിച്ച് ജീവിച്ച് പിന്നെ അവസാനം വെച്ച് നന്നാവുന്നവരുണ്ട്. കുറെ നന്നായി ജീവിച്ച് പിന്നെ തലതിരിഞ്ഞ് മരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെ ജീവിച്ചങ്ങ് മരിച്ചു പോവുക, യാതൊരു കഥയില്ല. എന്തിനായി വന്നത്, ഞാൻ എവിടെയാണ് ഈ വന്നത്, ഇതൊന്നും അറിയാതെ, അള്ളാഹുവെ പറ്റി ഒന്നും അറിയാതെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. നമ്മൾ എവിടെയാണുള്ളത്? നമ്മൾ എവിടെയാണ്? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഇഷ്ടപ്പെട്ടവരാണോ അല്ലയോ എന്നറിയാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് എത്രയാണ് നമ്മുടെ കൽബിൽ ബോധമുള്ളത് എന്നാലോചിച്ചാൽ മതി. അള്ളാഹുവിനെ പറ്റി എത്രയാണ് ബോധമുള്ളത്? അള്ളാഹു തആല അള്ളാഹുവിന്റെ സിഫാത്തുകളും അള്ളാഹുവിന്റെ അസ്മാഉകളും മനസ്സിലാക്കി, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന വസിഫാത്തുൽ ഉല, അതൊക്കെ ബോധിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന മുത്തഖീങ്ങളാക്കി അള്ളാഹു നമ്മളെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കള്, യുവതലമുറകളൊക്കെ അള്ളാഹു തആല മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നന്മക്ക് അള്ളാഹു ചെയ്യുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, സൂറത്തു മറിയമിലെ ഈ ആയത്താണ്. സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ. അള്ളാഹുവിന്റെ സ്നേഹം, അവന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുമെന്നാണ്.
10-12ഓളം ഗുണങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അമൂല്യ സ്വത്തുകളാണ്. മജ്ലിസുൽ ഇൽമിന്റെ ഒരു കൂലുണ്ട്. ഇൽമിന്റെ മജ്ലിസിലൊന്ന് ഇരിക്കുക. അപ്പോഴാണ് ഇരിക്കുമ്പോഴാണ് മജ്ലിസ് എന്ന് പറയാം. ജലസ യജ്ലിസു, ഇരിക്കുമ്പോഴാണ് മജ്ലിസുൽ ഇൽമ് എന്നാവും, അല്ലെ? ഇരുന്ന് കേൾക്കണം എന്നാണ്. പിന്നെ ചില തിരക്കുള്ളവരുണ്ടാവും, കുറച്ച് കേട്ട് പോവുക, അല്ലെങ്കിൽ ആൾക്കൂട്ടത്ത് വന്ന് ഇരുന്നാൽ ചിലപ്പോൾ മടിയുള്ളവരുണ്ടാവും. ഞാൻ ഇവിടെ പോയിരുന്ന മറ്റൊരു ഞാൻ പാർട്ടി വേറെയല്ലേ, ഒരു തെറ്റിദ്ധരിക്കൂല, അങ്ങനെ വരുന്നവരുണ്ടാവും. ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നു പോകണം. പല ആൾക്കാരുണ്ടാവും. നമുക്ക് അങ്ങനെ നിർബന്ധിച്ചുകൂടാന്നാണ് എന്റെ അഭിപ്രായം. മരത്തുമല വാഴ്ത്തുമലൊക്കെ നിൽക്കുന്നവര് നിന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിക്കാറുള്ളത്. എവിടെങ്കിലായിട്ട് കേട്ടുപോയാൽ മതി, കേട്ടോട്ടെ. പക്ഷെ സദസ്സിലിരിക്കുന്നവർക്ക് നമ്മുടെ ദുആഇന്റെ ഒക്കെ ആ ഒരു പുണ്യം ലഭിക്കുള്ളൂ എന്നാണ്. ലഹുമുൽ ഖൗമു ലാ യശ്ഖാ ജലീസുഹും, കൂടെ ഇരുന്നാൽ നഷ്ടപ്പെടാത്തവർ അങ്ങനത്തെവരാ. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈർ. നന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന വലിയ സൗഭാഗ്യങ്ങൾ. നമ്മൾ പറയും തിന്മ ചെയ്യരുത്, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ ചെയ്യാൻ പാടില്ല, നന്മകൾ ചെയ്യണം. എന്തപ്പോ ഇതുകൊണ്ട് കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. കള്ളുപിടിക്കാൻ നമ്മൾ കള്ളുപിടിക്കണില്ല, കണ്ണ് സൂക്ഷിക്കണം, കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കുന്നില്ല, പലിശ ഇടപാട് നമുക്ക് പറ്റൂലേ, ഞാൻ അതിന് പോണില്ല, വ്യഭിചരിക്കാൻ ഞാൻ ആ വഴിക്കേയില്ല, ഗീബത്തും നമീമത്തും ഞാനത് പറയല്ല. ഇതൊക്കെ ശരീരത്തിന് ഇഷ്ടമുള്ള സംഗതിയാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ കുറെ നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ ഒരു ഭാരം തോന്നുന്ന, നിയമങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ഭാരമാണ്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്, ഈ ചെയറിൽ ഇരിക്കുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ കിടക്കേ, ഉരുണ്ട് കളിക്കേ, എന്താ വേണ്ട ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു റാഹത്ത് ഇപ്പൊ ഈ ഇരുത്തത്തിൽ ഉണ്ടാവില്ല, അല്ലെ? ഒരു ക്ലാസ് റൂമിൽ അങ്ങനെയാണ്, ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു നിയമം ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നും. റോഡിൽ വാഹനം ഓടിക്കുമ്പോ കറക്റ്റ് ലൈസൻസ് ഒക്കെ ലൈസൻസ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോ അതൊക്കെ എന്ത് ചെയ്യാ, നിയമങ്ങൾ പാലിച്ച് നമ്മൾ പോകുമ്പോ അതിലൊരു വിഷമം, ഒരു മനസ്സിനൊരു എടുക്കം തോന്നുന്ന നിയമങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു അങ്ങോട്ട് നോക്ക്, ഇഫ്അൽ ലാ തഫ്അൽ, ഇത് അള്ളാഹുവിന്റെ കിതാബിന്റെ ഒരു അത്ഭുതമാണ്. ഇഫ്അൽ ലാ തഫ്അൽ, ചെയ്യുക ചെയ്യാതിരിക്കുക, ഈ നിയമങ്ങൾ ഖുർആനിൽ എമ്പാടും കാണും. അപ്പൊ അത് മനുഷ്യ ഹൃദയങ്ങൾക്ക് ഭാരമുള്ളത് കൊണ്ടാണ് ഖുർആൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിക്കാൻ കാരണം. കാരണം നിയമങ്ങൾ പറയുമ്പോൾ വിഷമം, ഭാരം തോന്നും. നീ വിഷമിക്കണ്ടേ, ഇത് റഹ്മാനും റഹീമുമായ അള്ളാഹുവാണ് ഈ പറയണത്, നിന്റെ നന്മക്കാണ് കേട്ടോ. നിന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളാണ് അള്ളാഹു, നിന്നോട് ഇത്രമേൽ കരുണയുള്ള വേറെ ആരുമില്ല, അതുകൊണ്ട് നീ കേട്ടേക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ റഹ്മാനും റഹീമും മനസ്സിന് സമാധാനം കിട്ടാനാണ്. ഞാൻ ഇനി പറയുന്നത് കണ്ടുപിടിക്കരുതെന്നാണ്, തോന്നിവാസം ചെയ്യരുതെന്നാണ്. അപ്പൊ ഒരു വിഷമം തോന്നണ്ട. നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്, നന്മ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നിയമങ്ങൾ മനുഷ്യർക്ക് പൊതുവെ ഭാരമാണെന്നാണ്, അനാർക്കിയാണ് മനുഷ്യർ ഇഷ്ടപ്പെടുക എന്നാണ്. തോന്നിയ പോലെ ജീവിച്ചേക്കാന്ന് പറഞ്ഞാൽ അതാണ് ഭയങ്കര ഇഷ്ടമുണ്ടാകും. പക്ഷെ അത് നടക്കൂലല്ലോ, അത് പാടില്ലത്. അള്ളാഹുവിന്റെ ലോകമാണ്, നിയമം അള്ളാഹുവിന്റേതാണ്. നമ്മൾ ഇവിടുത്തെ അള്ളാഹുവിന്റെ അടിമകളാണ്. ഉടമസ്ഥൻ പറഞ്ഞതുപോലെ ജീവിക്കാൻ പറ്റും. ഇങ്ങനെ അള്ളാഹു നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞതിൽ നമുക്ക് ലഭിക്കുന്ന മെച്ചം എന്താണ്? അങ്ങനെ ഒരു 10-12ഓളം നന്മകളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് സമയം വൈകില്ലെങ്കിൽ ഒരു 10:45 എനിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 1.25 മണിക്കൂറാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, അസ്സകീനത്തു ഇൻദൽ ബലാ. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് എന്ത് വിഷമം വന്നാലും സമാധാനം ഉണ്ടാവും. നിസ്കാരവും നോമ്പും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാൽ ഒരു വിഷമം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട. നല്ല വിഷമം ചിലപ്പോൾ ഉണ്ടായത് വരും. അള്ളാഹു പറഞ്ഞ പോലെ ജീവിച്ചിട്ട് ഒരു അസുഖം പിന്നെ വരൂലെന്ന, ഞാൻ നിസ്കാരമൊക്കെ തുടങ്ങട്ടെ, ഹദ്ദാദ് റാത്തീബൊക്കെ ചൊല്ലട്ടെ, പിന്നെ ദിക്റുകളും ഔറാദും സ്വലാത്തൊക്കെ പതിവാക്കട്ടെ, എന്നാൽ പിന്നെ എനിക്ക് ക്യാൻസർ ഒന്നും വരൂല, അങ്ങനെ വിചാരിക്കണ്ട. അത് സ്ഥിരം ചെയ്യുന്നവർക്കും ചിലപ്പോൾ അള്ളാഹു പരീക്ഷണം കൊടുത്തേക്കും. പക്ഷെ വ്യത്യാസം എന്താണെന്നറിയോ? ഏത് പരീക്ഷണം വന്നാലും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവനത് ഭാരം ഉണ്ടാവില്ല. അതാണ് വ്യത്യാസം, സമാധാനം ഉണ്ടാവും. ولست أبالي حين أقتل مسلما على أي جنب كان لله مصرعي وذلك في ذات الإله وإن يشأ يبارك على أوصال سلب ممزع. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ആ പാട്ട് പാടിയത്. അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ജീവനെടുക്കാൻ കൊണ്ടുപോകുമ്പോ വധിച്ചു കളയുന്ന പറയണത്.
വധിച്ചു കളയും. അന്നത്തെ ഗർവാപ്പസിയാണത്. വധിച്ചു കളയുന്നാണ് പറഞ്ഞത്. മുസ്ലിമായിട്ടാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ മരണം എനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്റെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വീണാലും അള്ളാഹുവിനുള്ള വീഴ്ചയല്ലേ, എനിക്കതിൽ പേടിയില്ല. എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരോ? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എനിക്ക് നിസ്കരിക്കാൻ സമയം തരണം. 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലൗലാ അന്നകും തളന്നൂന ബി, നിങ്ങൾക്ക് തോന്നിയേക്കും ഹുബൈബിന് മരിക്കാൻ പേടിയാണെന്ന്, അതുകൊണ്ടാണ് നിസ്കാരം ഇങ്ങനെ നീട്ടുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ നിസ്കാരം ഒരുപാട് നീട്ടിക്കൊണ്ടുപോയേനെ. ഞാൻ ഈ 2 റക്അത്ത് പെട്ടെന്ന് അവസാനിപ്പിച്ചത് എനിക്ക് മരിക്കാൻ പേടിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശാ യുബാരിക് അലാ ഔസാലി ശിൽബിൻ മുമസ്സഈ. അള്ളാഹുവിന്റെ വഴിയിലാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതെങ്കിൽ എന്റെ ശരീരത്തിന്റെ മുറിഞ്ഞു പോകുന്ന ഓരോ കഷ്ണങ്ങൾക്കും ബർക്കത്ത് ചെയ്യാൻ അള്ളാഹുവിന് കഴിയുമല്ലോ, അതുകൊണ്ട് എനിക്ക് പ്രശ്നമല്ല. ആ മഹാനുഭാവന്റെ മുമ്പിലാണ് ഉറുമാമ്പഴത്തോളം വലുപ്പമുള്ള മുന്തിരിയുടെ കുലകൾ കാണപ്പെടുമായിരുന്നു. മക്കയിലെന്നും അന്ന് മുന്തിരിവള്ളികളില്ല. മുന്തിരി കിട്ടാത്ത കാലത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ പിടിച്ചാക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ ഞങ്ങൾ മുന്തിരി കണ്ടിട്ടുണ്ടെന്ന് മക്കക്കാര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നൽകുന്ന അത്ഭുതമാണ്. എത്ര പ്രയാസം വന്നാലും അടിതെറ്റൂല, പതറൂല. അതാണ് അത്ഭുതം. ഇത് അല്ലാഹുവിൽ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ്. സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നോക്കിയാൽ ഭയങ്കരമാണ്. താബിഈങ്ങളുടേത് മഹത്തുക്കളുടേതൊക്കെ നമുക്കിതിങ്ങനെ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്, കുലുങ്ങൂല, പ്രശ്നമല്ല, ആരെന്ത് ചെയ്താലും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹുവിനെ അവരുടെ നെറ്റി ചുംബിച്ചുകൊണ്ടാണ് ഉമർ ഫാറൂഖ് എന്നവർ പറഞ്ഞത്, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമായ മനുഷ്യനും നിർബന്ധമാണ് അയ്യുഖബ്ബില വജ്ഹ അബ്ദുല്ലാഹി ഇബ്നുൽ ഹുദാഫത്ത് അസ്സഹ്മിയുടെ നെറ്റി ചുംബിക്കൽ മുസ്ലിമിന് നിർബന്ധമാണെന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മഹാനായ സ്വഹാബി റോമക്കാരെ പിടിച്ചു വെച്ചതാണ്. തിളച്ചുമറിയുന്ന ഓയില്, വെളിച്ചെണ്ണ കണ്ടിട്ട് രാജാവ് പറഞ്ഞു, മുസ്ലിമീങ്ങളായ ആളുകൾ, അദ്ദേഹത്തിന് അറിയാം മുസ്ലിമീങ്ങൾ വല്ലാതെ ശക്തമായ ഈമാനുള്ളവരാണെന്നാണ്. തൗഹീദ് കി അമാനത്ത് സീനോ മേ ഹേ ഹമാരെ, ആസാൻ നഹീ മിട്ടാനാ നാമോ നിശാൻ ഹമാരാ. തൗഹീദ് കി അമാനത്ത് സീനോ മേ ഹേ ഹമാരെ, ആസാൻ നഹീ മിട്ടാനാ നാമോ നിശാൻ ഹമാരാ. തൗഹീദിന്റെ വെളിച്ചം, തൗഹീദിന്റെ സത്ത ഞങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. ഒരാൾക്കും അത് മാറ്റാൻ കഴിയുകയില്ല, ഒരാൾക്കും അത് എടുത്തു മാറ്റാൻ കഴിയുകയില്ല. തൗഹീദ് ഉറച്ചിരിക്കുകയാണ് മുസ്ലിമിന്റെ ഹൃദയത്തിൽ. ഇതന്നത്തെ ശത്രുക്കൾക്കറിയാം. അതുകൊണ്ടാണ് റോമക്കാരനായ ഭരണാധികാരി മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വിളിച്ചു കൊണ്ടുവന്ന്, എത്രത്തോളമുണ്ട് ഈ ഈമാനിന്റെ ആഴമെന്നറിയാൻ. അബ്ദുല്ലാഹ് ഇല്ലം തതനസ്വർ, നിങ്ങൾ ക്രിസ്ത്യാനിയായില്ലെങ്കിൽ ഈ വെളിച്ചെണ്ണയിൽ നിങ്ങളെ ഞാൻ വലിച്ചെറിയും. ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കൂടെ വന്ന 2 സ്വഹാബിമാരെ തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക്, വെള്ളമല്ല വെളിച്ചെണ്ണയിലേക്ക് വലിച്ചെറിഞ്ഞ് വെന്തു നീറുന്ന കാഴ്ച കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നുൽ ഹുദാഫത്ത് അസ്സഹ്മി റളിയല്ലാഹു അൻഹു. നിന്നെ ഇതുപോലെ ചെയ്യുന്ന പറഞ്ഞു. കുഴപ്പമില്ല. രാജാവ് ചോദിച്ചു, അബ്ദുല്ലാഹ്, നിനക്ക് ചിന്തിക്കാൻ സമയമുണ്ട്, ഒന്ന് ആലോചിച്ചു നോക്കിക്കോ, എനിക്കത് പ്രശ്നമല്ല. എന്നാൽ പിന്നെ അബ്ദുള്ളയും കൊണ്ടുപോയി ഇതുപോലെ നിങ്ങൾ ചെയ്യണം. തിളച്ചുമറിയുന്ന വെളിച്ചെണ്ണയിലേക്ക് ജീവനോടെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നത് ചരിത്രത്തിൽ നടന്ന പച്ചയായ യാഥാർത്ഥ്യമാണ്. ഫിക്ഷനുകളല്ല, കഥകളല്ല നമ്മൾ ഈ പറയുന്നത്. ആ നേരത്ത് ഒരൽപ്പം സങ്കടത്തോടെ കരഞ്ഞ കണ്ണുനീര് കണ്ടപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, രാജാവേ, അബ്ദുള്ളാക്ക് മനം മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ട്, കരയാൻ തുടങ്ങിയിട്ടുണ്ട്.
പിടിച്ചുകൊണ്ടെന്ന് ചോദിച്ചു, അബ്ദുള്ള എന്താണ് ഈ കരച്ചില്, എന്തിനാണ് ഈ കരച്ചിൽ, എന്തിനാണ് കണ്ണുനീര്? പറഞ്ഞു, ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല, അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ ഒരു ശരീരമല്ലേ എന്റെ കയ്യിലുള്ളൂ, ഒന്നല്ലേ ഉള്ളൂ. ഞാൻ എന്ന ഈ ഒരൊറ്റ ശരീരം ഈ തീയിലേക്ക് എറിയപ്പെട്ട് ഷഹീദാവുകയാണെങ്കിൽ ഒരു ശരീരമല്ലേ എനിക്കുള്ളൂ. ഞാൻ കൊതിച്ചു പോവുകയാണ് എന്റെ ശരീരത്തിലുള്ള രോമങ്ങളുടെ എണ്ണങ്ങൾക്കനുസരിച്ച്. എനിക്ക് ശരീരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നേനെ. അത് നൽകാൻ എന്നെ കൊണ്ട് സാധിക്കില്ലല്ലോ, ഒന്നല്ലേ എന്റെ കൂടെയുള്ളൂ. അതോർത്ത് ഞാൻ കരയുകയാണ്. തങ്ങൾ കേട്ടപ്പോഴാണ് തരിച്ചുപോയത്. അപ്പേ, ഇങ്ങനെയുമുണ്ടോ മുസ്ലിമീങ്ങൾ? ഇങ്ങനത്തെ ഈമാനോ? അബ്ദുല്ലാ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നിങ്ങളെപ്പോലെയുള്ള ബുദ്ധിയുള്ള ഒരാളെ ശിക്ഷിക്കാൻ എനിക്ക് നാണം തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് എന്റെ നെറ്റിത്തടം ചുംബിക്കാമോ? ഞാൻ വിട്ടുതരാൻ, നിന്നെ വെറുതെ വിടാം. പറഞ്ഞു, റോമക്കാരനായ രാജാവേ, എന്റെ കൂടെ വന്ന 100 കണക്കിന് സ്വഹാബികളെ നിങ്ങൾ വിട്ടുതരികയാണെങ്കിൽ ഞാൻ ഈ പണി ചെയ്യാം. നിങ്ങളുടെ നെറ്റി ഞാൻ ചുംബിക്കുന്നത് കീടങ്ങളാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനത് ചെയ്യാൻ ഒരുക്കമാണ്. എന്റെ കൂടെ വന്ന 100-ലേറെ 300-ലേറെ വരുന്ന സ്വഹാബികളെ നിങ്ങൾ വിട്ടയക്കുമെങ്കിൽ ഞാനത് ചെയ്യാം, വിട്ടയച്ചു തരാം. അങ്ങനെ തന്റെ കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാജാവിന്റെ നെറ്റി ചുംബിച്ചു വന്നപ്പോഴാണ് മഹാനായ ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ, മദീനയിലെ ഓരോ മുസ്ലിമും അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫത്ത് സഹമിയുടെ നെറ്റി വന്ന് ചുംബിക്കണേ. അത്രയും വലിയ ഈമാനിന്റെ പ്രഭ പരത്തിയ മഹാൻ. എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും അടിപതറാത്തയുള്ള ഈ നൃത്തം അള്ളാഹു നന്മ ചെയ്തവർക്ക് കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യമാണ്. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. രണ്ടാമത്തേത് ഹബ്ബുന്നാസ്. നമുക്കൊരു 12ഓളം വിഷയങ്ങൾ പറയാനുണ്ട്. 2 ഹബ്ബുന്നാസ്, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ജനങ്ങളുടെ മനസ്സിൽ അള്ളാഹു ഹബ്ബ് തോന്നിപ്പിക്കുന്നത് അള്ളാഹു നന്മ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സയജ്അലു ലഹുമുർ റഹ്മാനു വദ്ദാ ഫഇന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ وتنذر به قوما لدا. ഹബ്ബുന്നാസ്, ജനങ്ങളെ സ്നേഹിക്കുന്ന അവസ്ഥ വരും. നബി തങ്ങൾ പറയുമായിരുന്നു, സാദിഖും മസ്ദൂഖുമായ ഹബീബ് പറയുമായിരുന്നു, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നാദാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. ജിബ്രീലേ, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമുണ്ട് ജിബ്രീലേ, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണമെന്ന് അല്ലാഹു വിളിച്ചു പറയും. ഫയുഹിബ്ബുഹു ജിബ്രീൽ അലൈഹിസ്സലാം അയാളെ ഇഷ്ടപ്പെടും. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, മലക്കുകളുടെ ലോകത്ത് മലക്കുകളെ, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമുണ്ട്, അയാളെ ജിബ്രീലിനും ഇഷ്ടമാണ്. ഫഅഹിബ്ബൂ, നിങ്ങൾ അയാളെ സ്നേഹിക്കണമേ എന്ന് പറയുമ്പോൾ ഫയഹിബ്ബൂന, മലക്കുകൾ മുഴുവനും അയാളെ ഇഷ്ടപ്പെടും. ഭൂമിയിൽ ഒരംഗീകാരം അല്ലാഹു അയാൾക്ക് ഇറക്കി കൊടുക്കുകയും ചെയ്യും. ഇത് അല്ലാഹു നന്മ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്. ഒരു മനുഷ്യനോട് അല്ലാഹുവിന് ദേഷ്യമാണെങ്കിൽ ഇതേപോലെ അല്ലാഹു പറയും, ജിബ്രീലേ, ഇന്നി ഉബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദ്, ജിബ്രീലേ, എനിക്കൊരാളോട് ദേഷ്യമുണ്ട്, നിങ്ങളും അയാളെ ദേഷ്യപ്പെട്ടേക്കണം. ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും, ആകാശലോകത്തെ മലക്കുകളെ, അല്ലാഹുവിന് ഒരാളെ വെറുപ്പാണ്, നിങ്ങൾ അയാളെ വെറുക്കണമേ. അല്ലാഹുവിന്റെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ആ മനുഷ്യനോട് ദേഷ്യം തോന്നുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബുൽ
അബുൽ അസ്വദ് ദുഅലി റഹ്മത്തുള്ളാഹി റളിയല്ലാഹു അൻഹു ഞാൻ ഉമർ തങ്ങളുടെ സദസ്സിലേക്ക് മദീനയിൽ ചെന്നപ്പോ അന്നവിടെ ഒരു ജനാസ കടന്നു പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഫഅസ്നഉ അലൈഹി ജനങ്ങളൊക്കെ അയാളെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു, നല്ല മനുഷ്യനായിരുന്നു, നല്ല ആളായിരുന്നു. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജബത് നിർബന്ധമായിരിക്കുന്നു. മഹാനായ അബുൽ അസ്വദ് ദുഅലി തങ്ങൾ ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താണ് വജബത്ത് എന്ന് പറയാൻ കാരണം? പറഞ്ഞു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു ജനാസ ഇങ്ങനെ കടന്നു പോകുന്നു. ആളുകളൊക്കെ പറഞ്ഞു, നല്ല ആളായിരുന്നു നബിയെ, നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് നന്മ ചെയ്ത ആളാണ്, വളരെ വേണ്ടപ്പെട്ട ആളാണ്, അല്ലാഹു കൊണ്ടുപോയില്ലേ? വജബത്ത് എന്ന് നബി പറഞ്ഞു, നിർബന്ധമായിരിക്കുന്നു. വേറെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മറ്റൊരാളുടെ ജനാസ പോകുന്നു. ആളുകളൊക്കെ പറഞ്ഞു, നബിയെ, മോശക്കാരനായിരുന്നു, വല്ലാതെ ബുദ്ധിമുട്ടാക്കിയ ആളാണ്, ആളുകളെ ബുദ്ധിമുട്ടിച്ച ആളാണ്. വജബത്ത് നിർബന്ധമായിരിക്കുന്നു. വമാ വജബത്ത് യാ റസൂലല്ലാഹ്, പുന്നാര നബിയെ, എന്താണ് നിർബന്ധമായത്? എന്താണ് നിർബന്ധമായത്? തങ്ങൾ പറഞ്ഞു, ആദ്യ മനുഷ്യൻ പോയപ്പോ നിങ്ങളൊക്കെ പോയിട്ടില്ലേ? നിങ്ങൾ അയാളെ പറ്റി നന്മ പറഞ്ഞില്ലേ? ഫവജബത് ലഹുൽ ജന്നഹ്, അതുകൊണ്ട് അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. രണ്ടാമത്തെ ആളെ പറ്റി നിങ്ങൾ മോശപ്പെട്ടത് പറഞ്ഞില്ലേ? അയാളെ മോശക്കാരനായിരുന്നു പറഞ്ഞില്ലേ? ഫവജബത് ലഹുൻ നാർ, അയാൾക്ക് നരകവും നിർബന്ധമായിരിക്കുന്നു. അൻതും ശുഹദാഉല്ലാഹി അലാ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് സാക്ഷി പറയുന്നവരാണ് നിങ്ങൾ. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ഒരാളെ പറ്റി നന്മ പറഞ്ഞാൽ അയാൾ നല്ല ആളാണ്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം സവാദുൽ അലം, ഈ ഉമ്മത്തിന്റെ ബഹുഭൂരിപക്ഷം ഒരാളെ പറ്റി മോശക്കാരനാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുത്ത് മോശപ്പെട്ട ആളാണ്. നിങ്ങൾ സാക്ഷി പറയുന്നവരാണ്. നിങ്ങൾ ഈ സമൂഹത്തിന് സാക്ഷി പറയേണ്ടവരാണ്. നിങ്ങളുടെ സാക്ഷിത്വം അല്ലാഹുവിന്റെ അടുത്ത് ശരിയാണ്. നിങ്ങൾ നന്മ പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുത്ത് നന്മയാണ്. നിങ്ങൾ ഒരാളെ പറ്റി മോശം പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുത്ത് മോശക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് ഒരാളെ പറ്റി സ്നേഹം ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മനുഷ്യൻ ചെയ്ത നന്മക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണത്. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടണം. അല്ലാഹു നമ്മൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മെ പറ്റി നല്ലത് പറയപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹലാവത്തുൽ ത്വാഅത്ത്, ഇബാദത്തിന് മധുരം ലഭിക്കും. ഇബാദത്തിന് മധുരം ലഭിക്കും. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വന്നാൽ, അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് ലഭിക്കുന്ന വലിയ അല്ലാഹു നൽകുന്ന സമ്മാനം ഹലാവത്തുൽ ത്വാഅത്ത്, ഇബാദത്തിന് ഒരു മധുരം ഉണ്ടാകും. നിസ്കരിക്കുമ്പോൾ ഒരു രസം തോന്നും. നോമ്പ് നോൽക്കാൻ എന്തെന്നില്ലാത്തൊരു ആവേശം. റജബ് വന്നു, റബ്ബേന് ശഅബാനും കഴിഞ്ഞ റമദാൻ എന്താ വരാത്തത് എന്നിങ്ങനെ, പടച്ചോനെ റമദാൻ വരുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും അല്ലാത്തവൻ. റബ്ബേ റമദാൻ എന്താ എത്തിച്ചേരാത്തത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമദാൻ വസല്ലിം റമദാന ലനാ. പടച്ചവനെ, റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണമേ, റമദാനെ ഞങ്ങളിലേക്ക് കൂട്ടിത്തരയണമേ. മുൻഗാമികള് റമദാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് ദുആ ചെയ്യുമെന്നാണ്. റമദാൻ വരാൻ 6 മാസം ബാക്കി നിൽക്കെ പറയും, റബ്ബേ റമദാന് തരണേ, റമദാൻ തരണേ, ഈ വർഷം കൂടെ തരണേ. റമദാൻ കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം പറയും, റബ്ബേ ആ കഴിഞ്ഞു പോയ റമദാൻ ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണമേ, ഞങ്ങൾ ആ നോമ്പ് സ്വീകരിക്കണം റബ്ബേ, നോമ്പ് തുറപ്പിച്ചത് സ്വീകരിക്കണേ, ആ അത്താഴം സ്വീകരിക്കണേ, ഞങ്ങളുടെ തറാവീഹ് സ്വീകരിക്കണേ, ഞങ്ങളുടെ ഫിത്ർ സക്കാത്ത് സ്വീകരിക്കണേ, ഞങ്ങളുടെ ഖിയാമുൽ ലൈൽ സ്വീകരിക്കണേ, ഞങ്ങൾ ആ ഖതം തീർത്തത് സ്വീകരിക്കണമേ എന്ന് റമദാൻ കഴിഞ്ഞ 6 മാസം കഴിഞ്ഞ റമദാൻ സ്വീകരിക്കാനും റമദാൻ വരുന്നതിന്റെ മുമ്പത്തെ 6 മാസം ആ ഒരു റമദാൻ ഞങ്ങൾക്ക് ഇനിയും തരയണമേ എന്നും ചോദിക്കുമായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഇതിനർത്ഥം എന്തേ കാരണം? ഹലാവത്തുൽ ത്വാഅത്ത്, ആ ഇബാദത്തിനൊരു മധുരമുണ്ട്. ആ മധുരം മനസ്സിൽ കയറിയിരിക്കുകയാണ്. നബി തങ്ങൾ പറയുമായിരുന്നു, ഖുദ്സിയായ ഹദീസ്, അല്ലാഹു പറയുന്നു, യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, തഫറഗ് ലിഇബാദതി, നിന്റെ മനസ്സിൽ എനിക്ക് വേണ്ടി ഇബാദത്തിന് ഒരുങ്ങിക്കോ. അംല സദറക ഗിനൻ വഅസുദ് ഫഖറക, നിന്റെ ഖൽബിന്റെ ഉള്ളിൽ ഞാൻ ഐശ്വര്യം തരാം, നിന്റെ ദാരിദ്ര്യം ഞാൻ ഇല്ലാതെയാക്കി തരാം.
എന്തേ വേണ്ടെന്നറിയോ? കൽബിൽ മറ്റൊന്നുമില്ലാതെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അവിടെ ഞാൻ മാത്രമാവണം. കൽബിൽ ഞാനുണ്ടോ, അല്ലാഹുണ്ടോ, എങ്കിൽ നിന്റെ ദാരിദ്ര്യം ഞാൻ തീർത്തരാം. നമ്മൾ നിസ്കരിക്കുമ്പം കുറച്ച് മംഗലാപുരത്ത് പോകണ്ടേ, കാസർഗോഡ് പോകണ്ടേ, എവിടെ പോകണ്ടേ, അവിടെ പോകണ്ടേ, അത് ചെയ്യണ്ടേ, ഇത് ചെയ്യണ്ട, ആ പൈസ കിട്ടിയിട്ടില്ലല്ലോ, ഈ കടം. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് പൈസനെ പറ്റിയൊക്കെ ഓർമ്മ വരിക. മറന്നുപോയത് ഓർമ്മ വരണം നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലേ. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുമ്പില് ഒരാൾ വന്നിട്ട് ഒരാൾ കൂട്ടുകാരനോട് ചോദിച്ചാൽ, ഞാൻ എന്റെ കാര്യപ്പെട്ട ഒരു പൈസ എവിടെ കുഴിച്ചിട്ടുണ്ട്, എവിടെയാന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു തരണം. ഇപ്പൊ എന്ത് ചെയ്യാ? അന്നൊന്നും ബാങ്കില്ലല്ലോ. എവിടെയോ എല്ലാം മരത്തിന്റെ ഒക്കെ തണല്, അസർ നേരത്തെ എവിടെയാണ് എന്റെ അവിടെ എന്നൊക്കെ അങ്ങനെയൊക്കെ എഴുതി വെക്കുവര്. ഇത് എവിടെ കുഴിച്ചിട്ടൊന്നും ഒരു അഡ്രസ്സും ഇല്ല. ഒരാൾ പറഞ്ഞു, പിന്നെ ഒരാളുണ്ട്, ഇവരോട് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കിട്ടും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിന്റെ ഇമാം, അവിടെ പോയിട്ട് ചോദിക്കുക, അവിടെ ചെന്നിട്ട് പറയും വിഷയം, പരിഹാരം ഉണ്ടാവെന്ന് പറഞ്ഞു. ഇമാം അബൂ ഹനീഫ കൂട്ടുകാരൻ വേറെ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പറയാൻ കാരണം? എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ പെണ്ണുങ്ങളെ കോണിക്കയറിങ്ങനെ പോകുന്ന സമയത്ത് എന്റെ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു, അൻത തോലിക്കുൻ ഇൻ നസൽതി അം സഅത്തി, ഈ താഴത്തേക്ക് ഇറങ്ങിയാലും എന്റെ തൊലാക്ക് സംഭവിക്കും, മേലേക്ക് ഒരു ചവിട്ട് വെച്ചാലും എന്റെ തൊലാക്ക് സംഭവിക്കും. എന്റെ പെണ്ണ് അവിടെ നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പൊ കുടുങ്ങിയല്ലോ, ഇനി എന്താ ഇപ്പൊ ചെയ്യാം? ഞാനങ്ങ് പറയാൻ പറഞ്ഞും ചെയ്തു. കാരണം സലാസുൻ ജിദ്ദുഹുന്ന ജിദ്ദുൻ വഹസ്ലുഹുന്ന ജിദ്ദുൻ എന്നാണ്. 3 വിഷയം തമാശയും കാര്യമാണ്, കാര്യവും കാര്യമാണെന്ന്. അങ്ങനത്തെ 3 വിഷയം. തമാശ പറഞ്ഞാലും കാര്യമാണ്. അന്നിക്കാഹു വത്വലാഖു അർറജഅ, നിക്കാഹ് ചെയ്യലും അതുപോലെ തന്നെ ത്വലാഖ് ചൊല്ലലും തിരിച്ചെടുക്കലും. ഇത് തമാശ പറഞ്ഞാലും കാര്യമാണ്, കാര്യം പറഞ്ഞാലും കാര്യമാണെന്നാണ്. പെണ്ണവിടെ നിന്നു, പടച്ചോനെ ഞാൻ കുടുങ്ങിയല്ലോ, ഞാൻ ഓടിപ്പോയി അബൂ ഹനീഫ തങ്ങളുടെ അടുത്തേക്ക്, ഇമാമെ ഇങ്ങനെ കുടുങ്ങിപ്പോയിട്ടുണ്ട്, എന്താണ് പരിഹാരം, ഒരു മഖ്റജ് എന്താണ്? പറഞ്ഞു, അവൾക്ക് വീഴാൻ പറ്റിയ സാഹചര്യം, താഴെ കുറച്ച് വിരിപ്പ് തുണിയെ കൊണ്ട് വീണ മുറിയാവാത്ത രീതിയിൽ അവളോടങ്ങോട്ട് വീഴാൻ പറയും. അവളിറങ്ങിയാലല്ലേ തൊലാക്ക് പോവുള്ളൂ, അവളിറങ്ങണ്ട, അവളങ്ങ് വീണോട്ടെ, അവളങ്ങ് വീണുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇമാമിനോട് പറഞ്ഞു നിനക്കും പരിഹാരം ഉണ്ടാകും. ഇമാം അവർ പറഞ്ഞു, എന്റെ പൈസ പോയത് ഞങ്ങൾ ഫഖഹാക്ക് ഡീൽ ചെയ്യേണ്ട വിഷയമല്ല, ഫഖഹാ പറയേണ്ട ഒരു മസലയല്ല നിന്റെ പൈസ എവിടെയുള്ളതെന്ന് കാണിച്ചു തരുന്ന. ഏതായാലും സല്ലല്ലാഹി റക്അഅതൈനി ഫീ ജൗഫിൽ ലൈൽ, ആ പാതിരാത്രി 2 റക്അത്ത് നിസ്കരിക്കുക, അല്ലാഹുവിന് വേണ്ടി പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു. നിസ്കാരത്തിലേക്ക് കൈ കെട്ടി 2 മിനിറ്റ് ആയിട്ടില്ല, ഓർമ്മ വന്നു, കൈ അയച്ചാൽ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, കിട്ടി സംഗതി കിട്ടിയെന്ന് പറഞ്ഞു. ഇമാം ചോദിച്ചു, ആ നിസ്കാരം പൂർത്തിയാക്കിയെന്ന് ചോദിച്ചു. ഇല്ല, എനിക്കറിയാം ആ പാതിരാത്രി നിന്നെ നിസ്കരിക്കാൻ ഇബ്ലീസ് ഓടൂലെന്ന് എനിക്കറിയാം. നിന്നെ അത് ഓർത്ത് നിന്നാൽ നിന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടാൽ അവന് നഷ്ടമാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ ഓർമ്മിപ്പിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ പോയിട്ട് 2 റക്അത്ത് മാറ്റി നിസ്കരിക്കുക, അല്ലാഹുക്ക് ശുക്റായിട്ട് നിസ്കരിക്കുക, നിന്റെ പൈസ കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു, ലദ്ദത്തുൽ ഇബാദ, ഇബാദത്തിന്റെ മധുരം നമുക്ക് കിട്ടണം, ഇബാദത്തിന്റെ മധുരം കിട്ടണം. ഇബാദത്തുകൾ നോക്കുപോക്കുകളാവരുത്, ഇബാദത്തുകൾ താൽക്കാലിക കർമ്മങ്ങളാവരുത്. ഈ അനാവശ്യ വിഷയങ്ങളും ദുന്യവിയായ കടബാധ്യതകളും ഒക്കെ ഓർമ്മ വരുന്ന ഒരു നിസ്കാരം അങ്ങനെ ആയിക്കൂടാ. തഫറഗ ലിഇബാദതി അംല സദറക ഗിന, എന്റെ ഇബാദത്തിന് വേണ്ടി നീ ഒരുങ്ങിക്കോ, നിന്റെ ഖൽബിൽ ഞാൻ ഗിന തരാം, ഐശ്വര്യം തരാം. വഅശുദ്ദു ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ നീക്കി തരാം. അല്ലാഹു തആല പറയാണ്, അല്ലാഹു ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന ഒരു മഹത്വം ഇതാണ്, ദാരിദ്ര്യമില്ലാതാവും. എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത്, അല്ലാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത്, ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ആഗ്രഹമുണ്ടെങ്കിൽ ഒരു മനുഷ്യന് അത്യാർത്തി വന്നാൽ അവൻ ദാരിദ്ര്യമുള്ള ആളാണെന്നാണ്. ഉലമാ പറയും, എത്രയോ മുതലാളിമാർ ദരിദ്രന്മാരായി ജീവിച്ചു പോയിട്ടുണ്ട്. കാരണം ഇനിയും വേണം, മതിയായിട്ടില്ല എന്ന് വിചാരിച്ച് നടന്നത്, അങ്ങനെ മരിച്ചതാണ്, അയാൾ ദാരിദ്ര്യത്തിലാണ് മരിച്ചതെന്നാണ്. എത്രയോ ദരിദ്രന്മാർ കാഴ്ചയിൽ 5 കാശ് കയ്യിലില്ല, പക്ഷേ നല്ല മുതലാളിമാരായി മരിച്ചുപോയവർ അൽഹംദുലില്ലാ എന്റെ കയ്യിലുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് ജീവിച്ചു പോവാനുണ്ട്, അൽഹംദുലില്ലാ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോയ എത്രയോ പാവപ്പെട്ടവർ, അവരാണ് ശരിക്കും മുതലാളിമാർ. കയ്യിലെമ്പാടും പൈസയുണ്ടായി പോരാ എന്ന് പറഞ്ഞു നടന്നവർ, അവർ സത്യത്തിൽ ദാരിദ്ര്യം പിടിച്ചവരായിരുന്നു എന്ന് നമ്മുടെ ഉലമാ പറയും. മഹാനായ അബുൽ അബ്ബാസ് മിർസി റഹ്മഹുല്ലാഹി പറഞ്ഞത്, ത്വമഅ എന്ന വാക്ക് മുജവ്വഫായ അക്ഷരങ്ങളാണെന്ന്, ഉള്ളു പൊള്ളയ അക്ഷരങ്ങളാണ്. അത് എഴുതി നോക്കിയാൽ ഉള്ളില് ഒരു വയറുള്ള അക്ഷരങ്ങളാണ്, ഉള്ളു പൊള്ളയാണ്, ഉള്ളിലൊന്നുമില്ല. ഇതുപോലെയാണ് അത്യാഗ്രഹമുള്ള മനുഷ്യന്റെ അവസ്ഥ, അയാളുടെ ഉള്ളു പൊള്ളയാണ്, അയാൾക്ക് വയറ് നിറയൂല എന്ന് മഹാനായ അബുൽ അബ്ബാസ് മിർസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മഹുല്ലാഹിയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഫുളൈൽ, ഇതാ എന്റെ ജുബ്ബ, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടിപ്പിച്ചു
തന്നതാ, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഫുദൈൽ എന്നവര് ചോദിച്ചു, ഞാൻ അങ്ങനെ അങ്ങ് എടുക്കൂല, കൊടുക്കണതൊക്കെ വാങ്ങാത്തവരുണ്ട്. നമ്മുടെ പഴയ എന്ന് പറഞ്ഞിരുന്ന ഉസ്താദില്ലേ, വലിത്തറ മുഹമ്മദ് കുഞ്ഞു മൗലവി, ഉസ്താദിനെ കണ്ടവരും കൈപൊക്കിയായിട്ട് നമ്മളെ പഴമക്കാരായ ആളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? വലിത്തറ ഉസ്താദ്, ഞാൻ കഴിഞ്ഞ റമദാനിന്റെ ശേഷം അവരുടെ വീട്ടിൽ പോയി ഉസ്താദിനെ കണ്ടിരുന്നു. നല്ല പ്രായമുണ്ട്, പ്രായാധിക്യത്തിന്റെ വിഷമങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ബദിയടക്ക ഈ ഭാഗത്തുള്ള ഒരാളാണ് അവിടെ ഉസ്താദിന്റെ ഹാദ്യമായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം നല്ല ആലപ്പുഴ ഭാഷ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല പന്തളം ഭാഷ. ഞാൻ ചോദിച്ചു, കാസർഗോഡ് ഭാഷയല്ലല്ലോ നിങ്ങൾ ഈ പറയുന്നത്? 3 കൊല്ലമായിട്ടുള്ളൂ, നല്ലൊരു ഹാദ്യമുണ്ട്. അപ്പോ ഉസ്താദിന് നമ്മുടെ യൂസുഫ് അലി സാഹിബ്, ലുലുവിന്റെ യൂസുഫ് അലി സാഹിബില്ലേ, അദ്ദേഹം ഒരു വലിയൊരു വാഹനം ഉസ്താദിന് കൊടുത്തിരുന്നു. ഉസ്താദ് പറഞ്ഞു, ഇത് തരുന്നത് മുഴുവൻ വാങ്ങുന്ന സ്ഥലമല്ല, കൊണ്ടുപോയി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്താ വേണ്ടത്? പിന്നെ ആവശ്യം നടക്കാനൊരു വാഹനം വേണമെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അതൊരു ഇന്നോവ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ മാറ്റി കൊടുത്തതാണ്. കുഴപ്പമില്ല, ലോങ് പോകാനും ആശുപത്രി പോകാനും ഡോക്ടറെ കാണാനൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, തരുന്നതൊക്കെ വാങ്ങണ സ്ഥലമല്ല ഇത്, എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഉസ്താദിന്റെ വീട് വളരെ ചെറിയൊരു വീടാണ്. ഞാൻ ആലോചിച്ചു, കാറ്റടിച്ചിട്ടില്ല, കറണ്ട് പോയിക്കുന്നത്. അങ്ങടി മുകളിലൊക്കെ ഇങ്ങനെയാണോ? കാറ്റടിക്കാതെയും പോകുന്നായി അല്ലേ? അപ്പോ അങ്ങനത്തെ സാത്വികരായ ആലിമ്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട വലിത്തറ ഉസ്താദ് അങ്ങനെയാണ്. ഉസ്താദിന്റെ മക്കള് അവരുടെ ഒരു വീട്ടിലെ ഞങ്ങളൊക്കെ താമസിച്ചതാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും സലാമത്തും കൊടുക്കട്ടെ. നല്ല ഇരുത്തം ചെന്ന ആലിമാണ്, പഠിച്ച ആലിമാണ്. എന്നെ പോലെ ഒന്ന് വെറുതെ വളർന്നല്ല, പഠിച്ചിട്ടുണ്ട്, വലിയ ആലിമാണ്, ആലിം ഇൽമുള്ള മഹാനാണ്. അപ്പോ ബഹുമാനപ്പെട്ടവരുടെ ചില ചിട്ടകളും ഇപ്പോഴും അങ്ങനെ വളരെ നല്ലൊരു ചിട്ടയിലാണ് ജീവിതം. അതുകൊണ്ടൊക്കെ ആയിരിക്കും നല്ല അൽഹംദുലില്ലാഹ് ആ പ്രായത്തിൻ്റെതായ ഒരു വിഷമങ്ങളൊന്നും ആയിട്ടില്ല, നല്ല റാഹത്താണ്. അള്ളാഹു ആയുസ്സും ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബ്. തരുന്നത് മുഴുവൻ വാങ്ങുന്ന ആളല്ല. അത് മുമ്പേ അങ്ങനെയാണെന്ന് അവിടുത്തെ മക്കളൊക്കെ പറഞ്ഞു. അപ്പാക്ക് അങ്ങനെ എന്തേ പൈസ കൊടുത്താൽ തന്നെ എണ്ണി നോക്കിയിട്ട് ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ, തിരിച്ചെടുത്തോന്ന് പറയുന്നത്, ഇത് മുഴുവൻ വേണ്ടെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു വലിയ തലസ്ഥാനിന്. ഏതായിരുന്നാലും മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഒരാള് ഇങ്ങനെ ഒരു ജുബ്ബ കൊണ്ടുപോയി കൊടുക്കുക. പറഞ്ഞു, ഹാദിഹി ജുബ്ബ ഉഹിബ്ബു അൻ തഖ്ബൽഹാ മിന്നി, ഇത് നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മുതലാളിയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം, നിങ്ങൾ ഫഖീറാണെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ആര്? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഫുദൈൽ ഇബ്നു ഇയാദ് എന്നവർ വലിയ മഹാനാണ്. ജീവിതത്തിൽ മഹാനായ അവരുടെ സുഹൃത്ത് പറയാണ്, 30 കൊല്ലമായി ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹി ഞാൻ കണ്ടിട്ട് 30 കൊല്ലത്തിനിടയ്ക്ക് ചിരിച്ചിട്ടില്ല. പിന്നെ പുഞ്ചിരിച്ച ഒരേ ഒരു സമയം അവരുടെ പൊന്നുമോൻ മരിച്ചപ്പോഴാണ്. അപ്പോ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തെപ്പോ ചിരിക്കാൻ കാരണം? എന്റെ മോൻ മാഅൽ ഈമാൻ, അവന് ഈമാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, മരിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, സന്തോഷിച്ചൂടെ? അഹബ്ബല്ലാഹ് ഫഅഹബ്ബതു അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്റെ മോനെ കൊണ്ടുപോവാൻ, അള്ളാഹുവിന്റെ ഖദർ ഞാൻ ഇഷ്ടപ്പെട്ടു, അതിലെനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ച മഹാൻ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. എന്താ ചിന്തകളൊക്കെ അല്ലേ? അള്ളാഹുവിന്റെ മോനെ കൊണ്ടുപോവാൻ ഇഷ്ടമായി, എന്നാ അള്ളാഹിന്റെ ഇഷ്ടം തന്നെയാണ് എനിക്കും ഇഷ്ടം, അള്ളാഹ്ക്ക് അതല്ലേ ഇഷ്ടമായത്, അതുകൊണ്ട് അള്ളാഹിന്റെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ. അന്നത്തെ ദിവസം ഏറ്റവും നല്ല പുതിയ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, അങ്ങനത്തെ മഹാൻ. അപ്പൊ ഒരു വസ്ത്രം കൊണ്ടുപോയി കൊടുത്തപ്പോ പറയാണ്, എന്ത്, നിങ്ങൾ മുതലാളിയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം, നിങ്ങൾ ദാരിദ്ര്യമുള്ള ആളാണെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുതലാളിയാണ്. എത്ര ഉണ്ടെന്ന് ചോദിച്ചു. കയ്യിൽ എത്ര പൈസ ഉണ്ട്? അൽഫാൻ, 2000 ദീനാർ എന്റെ കയ്യിലുണ്ട്. ദീനാർ എന്നത്തെ സ്വർണ്ണ നാണയമാണ്. അപ്പൊ ഞാൻ മുതലാളിയാണെന്ന് പറഞ്ഞു. ഇനി ഒരു 1000 കൂടെ കിട്ടാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. 2000 ഉള്ളൂ, അതിൽ 4000 ആവാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞു. നീ ദാരിദ്ര്യമുള്ള ആൾ, നീ ഫക്കീറാണ്, നിന്റെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഇതിനാണ് ദാരിദ്ര്യം എന്ന് പറയാൻ. ഇതാണ് ദാരിദ്ര്യം. പോരാ പോരാ എന്ന് തോന്നൽ. 4000 ആവണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. എന്നാൽ നീ ദരിദ്രനാണ്, നീ ഫക്കീറാണ്, നിന്റെ എനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. ഇബ്നു ആദം, ആദമിന്റെ സന്തതിയെ, തഫറഗ് ലിഇബാദതി, എന്റെ ഇബാദത്തിന് വേണ്ടി മനസ്സ് നീ എനിക്ക് തന്നാൽ,
മനസ്സിന്റെ ഉള്ളിൽ ഞാൻ ഐശ്വര്യം നിറച്ചു തരാം, നിന്റെ ദാരിദ്ര്യം ഞാൻ തീർത്തു തരാമെന്ന് അള്ളാഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണത്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക്, ഞങ്ങളെ മക്കയിൽ നിന്ന് ഹിജറ വന്ന മുഹാജിറുകളായ ഫഖീറന്മാരല്ലേ, ഞങ്ങൾ മിസ്കീന്മാരല്ലേ എന്ന് പറഞ്ഞു. മിസ്കീന്മാരല്ലേ? അപ്പൊ മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലകം റഅതുൻ തഅവി ഇലൈഹാ, ദാരിദ്ര്യമുള്ള ആളല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ മിസ്കീന്മാരല്ലേ, ഞങ്ങൾക്ക് തന്നൂടെ എന്നൊക്കെയുള്ള ചോദ്യമാണ്. ചോദിച്ചു, നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ? നഅം ഉണ്ട്. അലക സകനൻ തസ്കുനുഹു, നിങ്ങൾക്ക് ചെന്ന് കയറി കിടക്കാൻ ഒരു വീടുണ്ടോ എന്ന് ചോദിച്ചു. നഅം, അതുമുണ്ട്. ഫഅൻത മിനൽ അഗ്നിയാ, നീ പിന്നെ മുതലാളിയാണ്. വീടുണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ നീ മുതലാളിയാണ്. പടച്ചോനെ, വീടും ഭാര്യയും കല്യാണം കഴിഞ്ഞവരെ പറ്റി ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് വീടുള്ളവരൊക്കെ കൈപോക്കിയാട്ടെ. വീടുണ്ട് അല്ലാഹ്, കുറെ ആൾക്കാർക്ക് വീടാണല്ലോ. ഇപ്പൊ വീടുണ്ട് ഭാര്യയുണ്ട്, അങ്ങനത്തെ ഒരു കൈപോക്കിയുടെ. കല്യാണം കഴിക്കാത്തൊരു കൈപോക്കണ്ടേ? അൽഹംദുലില്ലാഹ്, വീടുണ്ടാവാത്തവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറായി വീട് കൊടുക്കട്ടെ. ആമീൻ. ഭാര്യയുണ്ട് വീടുണ്ടെങ്കിൽ നീ ധനികനാണ്, നീ ഗനിയാണ്, നീ ധനികനാണ്. അത് പറഞ്ഞു നുസ്റത്തുൽ മസാക്കീൻ. ഇതിന്റെ പേരെന്തായിരുന്നു? നുസ്റത്തുൽ മസാക്കീൻ. നമ്മളൊന്നും മിസ്കീന്മാരല്ല, നമ്മളൊക്കെ അഗ്നിയാണ്, നമ്മളൊക്കെ മുതലാളിമാരാണ്. യദ്ഖുലു ഫുഖറാഉ ഉമ്മത്തി ഖബ്ല അൽ അഗ്നിയാഇ ബിനിസ്ഫി യൗമിൻ. യദ്ഖുലു ഫുഖറാഉ ഉമ്മത്തി അൽ ജന്ന, എന്റെ സമൂഹത്തിലെ പാവപ്പെട്ട മിസ്കീന്മാർ, മുതലാളിമാർ സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ അര ദിവസം മുമ്പ് സ്വർഗത്തിൽ കടക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുതലാളിമാര് സ്വർഗത്തിൽ കടക്കുന്നതിന്റെ അര ദിവസം മുമ്പ് ആര് പോകും? മിസ്കീന്മാരൊക്കെ സ്വർഗത്തിലെത്തും. വയൗമുൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. അല്ലാഹുവിന്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണ്. അങ്ങനെ വന്നാൽ 500 കൊല്ലം മിസ്കീന്മാരൊക്കെ സ്വർഗത്തിൽ കടന്നതിന്റെ ശേഷമേ മുതലാളിമാർ 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിൽ കടക്കുക എന്ന ഹദീസ് മഹാനായ മുഫസ്സിറായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ ചോദിച്ചു, ഞാൻ ആ മിസ്കീനിൽപ്പെട്ട ആളാണോ? ഒരാൾ കൈപൊക്കി. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ബഹുമാനപ്പെട്ടവരുടെ ചോദ്യം, നിനക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രി ഭക്ഷണം വല്ലതും മിച്ചം വരാറുണ്ടോ? ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രി കഴിക്കാൻ ഭക്ഷണം പിന്നെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഇരിക്കി നീ ആ മിസ്കീനല്ല, എന്ന് പറഞ്ഞു. അപ്പൊ വേറെ ഒരാള്, എനിക്കങ്ങനെയാണ്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രിക്ക് ഒന്നും എന്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ ചോദിച്ചു, ഈ ഉടുത്ത വസ്ത്രമല്ലാതെ വേറെ ഒരു ജോഡി വസ്ത്രം നിനക്കുണ്ടോ? ഉണ്ട്. ഇരിക്കി നീയും ഫഖീറല്ല. അപ്പൊ ഒരാൾ പറഞ്ഞു, എനിക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ, ഒരു നേരത്തെ തിന്നാനേ എന്റെ കയ്യിൽ കിട്ടുകയുള്ളൂ, ഞാൻ അതിൽ പെടോ? അപ്പൊ ചോദിച്ചു, നീ ആരോടെങ്കിലും കടം ചോദിച്ചാൽ ആളുകൾ നിനക്ക് കടം തരുമോ? തരാറുണ്ട്. നിനക്ക് തരുന്നത് നിനക്കത് വീട്ടാൻ കഴിവുണ്ട് എന്ന വിശ്വാസത്തിന്റെ പേരിലാണ്, നീയും ഫഖീറല്ല. വേറൊരാൾ പറഞ്ഞു, എനിക്കൊരു വസ്ത്രമേ ഉള്ളൂ, ഒരു നേരത്തെ തിന്നാനേ കിട്ടൂ, എനിക്കാരും കടം തരൂല. അൻത മിൻഹും, 500 കൊല്ലം നേരത്തെ സ്വർഗത്തിൽ കടക്കുമെന്ന ഫഖീർ, നീ അതിൽ പെടുമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. ആ കണക്കിലൊക്കെ അങ്ങടി മുകളിൽ വല്ല മിസ്കീനുണ്ടോ, വല്ല ഫഖീറുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച അന്തിക്ക് ഭക്ഷണം ഇല്ലാത്തവർ, ഒരൊറ്റ ജോഡി വസ്ത്രങ്ങൾ, പിന്നെ ഒന്നും ബാക്കിയില്ല, അങ്ങനത്തെവരുണ്ടോ? അങ്ങനത്തെവരുണ്ടെ കൈപൊക്കിയാട്ടോ, ഓരെ നമുക്ക് ശരിക്കും സഹായിക്കേണ്ടതാണ്. ഇല്ലല്ലോ, എന്തെങ്കിലും കൈപൊക്കണ്ട, അതൊക്കെ ഒരു അയ്ബാണ്. അൽ മുഅ്മിനു ലാ യുദില്ലു നഫ്സഹു, മുഅ്മിനായ മനുഷ്യൻ സ്വന്തം നഫ്സിനെ ദല്ലത്തിലാക്കി നിർത്തുന്നു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തികൾക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം, ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം തരും. اللهم اجعل الدنيا في أيدينا ولا تجعلها في قلوبنا. അങ്ങനെയാണ് ചോദിക്കേണ്ടത്. പടച്ചവനെ, പൈസ വേണം ജീവിക്കാൻ, പക്ഷേ പൈസ എന്റെ കയ്യിൽ തന്നാ മതി റബ്ബേ, എന്റെ കൽബിലേക്ക് തരരുതേ. കൽബ് കൊണ്ട് ദുനിയാവിനെ സ്നേഹിക്കുന്ന അവസ്ഥ വരരുത്, കൽബ് കൊണ്ട് പൈസ സ്നേഹിക്കുന്ന അവസ്ഥ വരരുത്. കയ്യിൽ തരണം റബ്ബേ. ആളുകളെ സഹായിക്കണമെങ്കിൽ, വല്ലവർക്കും സഹായം ചെയ്യണമെങ്കിൽ, ഒരു റിലീഫ് കമ്മിറ്റിയെ സഹായിക്കണമെങ്കിൽ പൈസ വേണ്ടേ? എന്റെ കയ്യിൽ നീ തരണം റബ്ബേ, എന്റെ കൽബിൽ തരരുതേ അല്ലാഹ്. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ ദുആ ചെയ്തിരുന്നത്.
സുബ്ഹാനഹു വ തആല നമുക്ക് ഐശ്വര്യം തരട്ടെ. അല്ലാഹു ഐശ്വര്യം തരട്ടെ. വലൗലാ ദഫ്ഉല്ലാഹി الناس بعضهم ببعض لفسدت الارض. അല്ലാഹു നൽകുന്ന മറ്റൊരു പ്രതിഫലം, മുഅ്മിനീങ്ങളായ ആളുകൾ, സജ്ജനങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ അദാബ് വരികയില്ല. വമാ കാന അല്ലാഹു ലിയുഅല്ലിബഹും വഹും യസ്തഗ്ഫിറൂൻ. മാ കാന അല്ലാഹു ലിയുഅല്ലിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹു തആല ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു സമൂഹത്തെ ശിക്ഷിക്കുകയില്ല. അതുമാത്രമല്ല, നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻഹുലകു വഫീന സ്വാലിഹൂൻ, ഞങ്ങളിൽ സ്വാലിഹീങ്ങളായ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നാശം വരുമോ നബിയേ? ഭൂകമ്പം പോലെയുള്ളത്, ഭൂചലനങ്ങൾ പോലെയുള്ളത്, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടങ്ങൾ, ആകാശത്ത് നിന്ന് ഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബ, ചരൽക്കല്ലുകൾ മഴയായി വർഷിക്കുന്നതും ഭൂചലനങ്ങൾ ഉണ്ടാകുന്നതും കൊടുങ്കാറ്റുകൾ അടിക്കുന്നതും ഞങ്ങളിൽ സ്വാലിഹീങ്ങളായ ആളുകൾ ഉണ്ടാകുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ നടക്കുമോ നബിയേ? നഅം ഇദാ കസുറൽ ഖുബ്സു, മോശപ്പെട്ട വ്യഭിചാരം പോലെയുള്ള തിന്മകൾ ഈ ഉമ്മത്തിൽ വർദ്ധിച്ചാൽ അത് നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ പറഞ്ഞതാണ്, ഇദാ അലാ ഫുജ്ജാറുഹാ അബ്റാറഹാ, ഒരു സമൂഹത്തിലെ നല്ല മനുഷ്യരെക്കാളും മോശപ്പെട്ട ആളുകളാണ് കൂടുതലെങ്കിൽ അവിടെയാണ് ശിക്ഷ വരുന്നത്. നല്ല ആളുകളെക്കാളും കൂടുതൽ ചീത്ത ആളുകൾ. നമ്മൾ പറയും, ഫുട്ബോൾ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പോണ കാണാൻ, അതിനൊന്നും അത്ര ആളെ കിട്ടണില്ലല്ലോ. അല്ലെങ്കിൽ എന്തോ ഒരു അച്ചടക്കത്തിലാ സ്വഫ് നിൽക്കുന്നത് നമ്മളെ ബീവറേജിന്റെ മുമ്പിൽ, ഇത് അല്ലേ, എന്തൊരു അച്ചടക്കത്തിൽ, വളരെ ഒരു ഒന്നും തള്ളില്ലാതെ എന്തോ ഒരു അച്ചടക്കമുള്ള സൗഹാർദ്ദം കള്ളുഷാപ്പിന്റെ മുമ്പിലേ കണ്ടിട്ടില്ലേ? എത്ര ക്യൂ ഉണ്ടാവുന്നറിയും, ഒരു തിരക്കില്ല. അല്ലെങ്കിൽ ഈ ഒന്നും മാറിയെന്നാ കിട്ടുന്നു, ഒന്നുമില്ല. എല്ലാവരും നല്ല ഒരേ ലക്ഷ്യത്തിലേക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തൊരു ഡിസിപ്ലിൻ. റബ്ബേ, എന്താ ദീനിന് ആളെ കിട്ടാത്തത്? നമ്മൾ അങ്ങനെ പറയും. നമ്മൾ ഉലമാ പറയുന്നത്, ഷർറിന്റെ തിന്മയുടെ പതാക ഒരാൾ പിടിച്ചു നിന്നാൽ, ബീവറേജ് തുടങ്ങിയാൽ അവിടെ ആള് വരും. നീ അവിടെ ഒരു ഖുർആനിന്റെ ഹിഫ്ള് തുടങ്ങി നോക്ക്, അതിനും ആള് വരും. നമ്മൾ നന്മയുടെ കൊടി പിടിച്ചിട്ടില്ല, അത് പിടിച്ചാൽ നന്മക്കും ആള് വരും. നിങ്ങൾക്ക് ഒരുമിച്ച് കൂടിയത് അങ്ങനെയല്ലേ? നിങ്ങൾ ഒരുമിച്ച് കൂടിയത് അങ്ങനെയല്ല. ഇവിടെ പന്ത് കളിയാണോ? ഒന്നുമില്ല. ഇവിടെ വല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളോ ഓർക്കസ്ട്ര വല്ല നടക്കാൻ പോകുന്നില്ല, കൺസേർട്ട് നടക്കാൻ പോകുന്നുണ്ടോ? ഒന്നുമില്ല. എന്നാൽ നിങ്ങൾ എത്തിയില്ല. എന്തുകൊണ്ട് എത്തി? നന്മയുടെ കൊടി പിടിച്ചാൽ അതിന്റെ കൂടാൻ ആളുകളുണ്ട്, തിന്മകൾ പിടിച്ചാൽ അതിനും ആളുണ്ട്. നന്മയുടെ കൊടി നമ്മൾ പിടിക്കുന്നുണ്ടോ? ഇതാണ് വിഷയം. തിന്മകൾക്കാണ് അവസരം. അപ്പോ ഇദാ അലാ ഫുജ്ജാറുഹാ അബ്റാറഹാ, ഒരു സമൂഹത്തിലെ നല്ല ആളുകളെക്കാളും കൂടുതൽ മോശപ്പെട്ടവരായാൽ അവിടെ അല്ലാഹു തആല ഭൂചലനങ്ങൾ ഉണ്ടാക്കും. അപ്പോ ഈ സമൂഹത്തിലെ തിന്മയെ ഇല്ലാതാക്കുന്നത്, തിന്മയെ പൊങ്ങി വരാതെ നിലനിർത്തുന്നത്, ബിദ്അത്തിനെ ഉയർത്താതിരിക്കുന്നത്, ഈ സമൂഹത്തിലെ ശർറിനെ അടിച്ചമർത്തുന്ന ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ജീവിച്ചിരുന്നാൽ ഈ സമൂഹത്തിൽ അല്ലാഹുവിന്റെ അദാബ് വരൂല. അത് അല്ലാഹു ചൊല്ലുന്ന വല്ല അത്ഭുതമല്ലേ? അങ്ങനത്തെ സ്വാലിഹീങ്ങൾ നമ്മുടെ അരികത്തുണ്ടാകുമ്പോ എത്രയോ മുഅ്മിനീങ്ങളുടെ ദിക്റിന്റെ ഫലമായി അല്ലാഹു തആല അദാബിനെ ഉയർത്തിക്കളയുമെന്നാണ്. മുഅ്മിനീങ്ങൾ ചൊല്ലുന്ന ദിക്ർ നമുക്കറിയൂല ആരൊക്കെയാണ് ചൊല്ലുന്നത് എന്ന്. അല്ലാഹു തആല അങ്ങനെ എത്രയോ ആളുകളെ അല്ലാഹു തആല രക്ഷിക്കുമെന്നാണ്. അല്ലാഹു തആല സജ്ജനങ്ങളുടെ ആ ഒരു സുഹബത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹുമുൽ ഖൗം, അല്ലാഹുവിനെ ഓർക്കുന്ന ആ സമൂഹം. ലാ യഷ്ഖാ ജലീസുഹും, അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടെന്നാണ്. മലായികത്തൻ സയ്യാറ, ഓടി നടക്കുന്ന മാലാഖമാരുണ്ട്. അവരെങ്ങനെ ഓടി നടക്കുകയാണ്? ഭൂമിയിൽ പ്രപഞ്ചത്തിലൂടെ നടക്കുകയാണ്. എന്താ അവരുടെ ജോലി എന്നറിയോ? ഒരു വിഭാഗം മലക്കുകൾ. ഐന ദിക്റുല്ലാഹ്, എവിടെയാണ് അല്ലാഹുവിനെ സ്മരിക്കുന്നത്? എവിടെയാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്? എവിടെയാണ് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും സ്വലാത്തും ചൊല്ലപ്പെടുന്നത്? എവിടെയാണ്? ഇത് നോക്കി നടക്കാൻ മാത്രമായി അല്ലാഹുവിന്റെ ഒരു വിഭാഗം മലക്കുകൾ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അങ്ങനെ മലക്കുകൾ അല്ലാഹുവിലേക്ക് ഉയർന്നിട്ട് പറയും, അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ദിക്ർ ചൊല്ലുന്നവർ. അവര് അള്ളാഹുവിന്റെ ചോദ്യം, അള്ളാഹുവിനറിയാം. എന്നാൽ റബ്ബ് ചോദിക്കുന്നുണ്ട്. എന്താണ് അവരെന്നോട് ചോദിക്കുന്നത്? നിന്റെ സ്വർഗമാണ് റബ്ബേ. അവരത് കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, അവര് കണ്ടിട്ടില്ല നിന്റെ സ്വർഗം. പക്ഷെ അവരത് ചോദിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കും, എന്താണ് അവരെന്നോട് കാവൽ ചോദിക്കുന്നത്? നിന്റെ നരകമാണ് റബ്ബേ. അവരാ നരകം കണ്ടോ? ഇല്ല, കണ്ടിരുന്നെങ്കിൽ ഇതിലേറെ അവർ പേടിച്ച് ചോദിക്കുമായിരുന്നു. ഉഷ്ഹിദുകും യാ മലായിക
മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, അന്നീ ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലക്കുകൾ പറയും, അല്ലാഹുവേ, അവിടെ ദിക്ർ ചൊല്ലാനല്ലാതെ വന്നിരുന്ന ഒരാളുമുണ്ട്, അവിടെ വേറൊരാളും ഇരിക്കുന്നുണ്ട്, അയാൾക്കും ഇത് കിട്ടുമോ? അയാൾ വന്ന് ദിക്ർ ചൊല്ലാനല്ല, പോകുമ്പോ ഒരു പൊതി ഭക്ഷണം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ ഒരു പായസത്തിന്റെ ഒരു ഗ്ലാസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്, അതല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നതൊന്ന് വെറുതെ ഒന്ന് വീക്ഷിക്കാൻ വന്നതാണ്. അല്ലാഹുവേ, ഇവരെ പോലെ നിയ്യത്ത് ചെയ്യാതെ വന്നിരുന്ന ചില ആളുകളും അവിടെയുണ്ട്, അവർക്കും നീ പുറത്തു കൊടുത്തിട്ടുണ്ടോ? അവരാണ് ആളുകൾ, അവരാണ് സമൂഹം, അവരാണ് നല്ലവർ. ലാ യഷ്ഖാ ജലീസുഹും, അവരുടെ കൂടെ ഇരുന്നവർക്ക് നഷ്ടം സംഭവിക്കൂല, അവരുടെ കൂടെ വെറുതെ ഇരുന്നാലും അവർക്ക് നഷ്ടം പറ്റുകയില്ല, അവർക്കും ഞാൻ പുറത്തു കൊടുത്തു എന്ന് ഈ നല്ലവരുടെ കൂടെ ഇരിക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സജ്ജനങ്ങളെ കൊണ്ട് കിട്ടുന്ന ഭാഗ്യമാണ്, നന്മ ചെയ്യുന്നവരെ കൊണ്ട് കിട്ടുന്ന ഭാഗ്യമാണ്. എല്ലാവരും എഴുതിയിട്ട് സ്വലാത്ത് ചൊല്ലിൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. കൈകളൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ഉഷാറാവാനാണ്. സ്റ്റേജിൽ എത്രയോ വീടുകൾക്ക് അല്ലാഹു തആല ഒരു സത്യവിശ്വാസിയുടെ അയൽപക്കക്കാരനായാൽ കാവൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ മനുഷ്യന്റെ വീട് മാത്രമല്ല കാക്കുന്നത്, ആ മുഅ്മിനായ മനുഷ്യന്റെ ചുറ്റുമുള്ള അയൽപക്കക്കാർ, അവർക്കും അല്ലാഹു തആല കാവൽ കൊടുക്കുന്നതാണ്. ഇനി കിട്ടുന്ന നാലാമത്തെ പ്രതിഫലം, ആറാമത്തേത് സ്വലാഹുൻ നിയ്യ, സ്വലാഹുൽ ദുർരിയ്യ. നമ്മുടെ മക്കളൊക്കെ നന്നാവുമെന്ന വലിയൊരു ഭാഗ്യമുണ്ട്. മക്കൾ നന്നാവും, നമ്മൾ നന്മ ചെയ്താൽ നമ്മുടെ മക്കളിൽ നന്മയുണ്ടാവും, അവരിൽ നന്മ വരും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ഹഫിളഹുല്ലാഹു ഫീ അഖ്ബിഹി വഅഖ്ബി അഖ്ബിഹി. മുഅ്മിനായ മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞ് മരിച്ചു പോവുകയാണെങ്കിൽ അയാളുടെ മക്കളെയും പിന്മുറക്കാരെയും അവരുടെ പിന്മുറക്കാരെയും അവരുടെ പിന്മുറക്കാരെയും അല്ലാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആര് പറഞ്ഞു? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനായ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി ഖലീഫ മൻസൂർ രാജാവിന്റെ മുമ്പിലേക്ക് വന്നപ്പോ ഖലീഫ മൻസൂർ ചോദിച്ചു മഹാനായ മുഖാത്തിൽ തങ്ങളോട്, മുഖാത്തിൽ എന്നവരെ എനിക്ക് വഅദ് പറഞ്ഞു തരൂ. ചോദിച്ചു, ബിമാ അഇദുക ബിമാ റഅയ്തു അം ബിമാ സമിഅ്തു, ഞാൻ കേട്ടത് പറഞ്ഞു തരണോ, ഞാൻ കണ്ടത് നിങ്ങൾക്ക് ഉപദേശിക്കണമോ? പറഞ്ഞു, കണ്ടതായിക്കോട്ടെ. പറഞ്ഞു, യാ മൻസൂർ, നിങ്ങൾക്കൊരു പാഠം പഠിക്കണോ? മക്കളെ എങ്ങനെയാണ് അല്ലാഹു കാക്കുന്നത് നിങ്ങൾക്കറിയുമോ? ഞാൻ 2 രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ആ 2 രാജാക്കന്മാരിൽ ഒരാൾ അല്ലാഹുവിനെ ഭയപ്പെട്ട സൂക്ഷ്മതയുള്ള ആളാണ്, രണ്ടാമത്തെ ആൾ സൂക്ഷ്മതയില്ലാത്ത ആളാണ്. മക്കൾക്ക് 5 പൈസ പോലും എടുക്കാൻ ബാക്കി വരാതെ മരിച്ചുപോയ ഒരാളിന്റെ മക്കൾ അല്ലാഹു സമ്പത്ത് കൊടുത്തതും കോടിക്കണക്കിന് രൂപ സമ്പാദ്യമായി അനന്തരാവകാശം കിട്ടിയിട്ട് ആ മക്കള് പിന്നെ വാപ്പയുടെ മരണശേഷം റോഡരികിൽ യാചിച്ചു നടക്കുന്നതും എന്റെ കണ്ണുകൊണ്ട് കാണാൻ അവസരമുണ്ടായിട്ടുണ്ട്. മറ്റാരുമല്ല, ഒന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖല്ലഫ 11 ഇബ്നൻ 11. ബഹുമാനപ്പെട്ടവർക്ക് 11 മക്കളുണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ഉമർ തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് ഇങ്ങനെ ഒരു വീടിന്റെ അരികത്തൂടെ പോകുമ്പോ ഒരു ഉമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ മോളോട്, എണീക്ക് മോളെ, പാലിൽ വെള്ളം ചേർക്കുന്നു. ഓർമ്മയില്ലേ കഥ? സമുദായ സാഹിബിന്റെ വേളുണ്ട് അതല്ലേ, നല്ല രസമായിട്ട്. വെള്ളം ചേർക്ക് മോളെ. ഉമർ തങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് പറഞ്ഞു ഉമ്മ? ഉമർ തങ്ങൾ കാണൂലല്ലോ. ഉമർ തങ്ങൾ ഇല്ലെങ്കിൽ എന്തേ അല്ലാഹു ഇല്ലേ ഉമ്മ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ സ്വന്തം മകന് കല്യാണം കഴിച്ചു കൊടുത്ത മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ മോള് മതി എനിക്ക് മരുമകളായിട്ട്. മഹാനായ ഉമർ തങ്ങൾക്ക് ആ ഒരു തലമുറയിൽ വന്ന പേരക്കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരുടെ 11 മക്കൾ മരിക്കുമ്പോ രാജാവായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ബാക്കി വെച്ചത് 18 ദീനാറാണ്. 18 ദീനാറ്. ആ 18 ദീനാർ 11 മക്കൾക്ക് ഓഹരി വെക്കാൻ കിട്ടിയിട്ടുണ്ടോ? അതും കിട്ടിയിട്ടില്ല. അതിൽ 5 ദീനാറ് കൊണ്ട് അവരുടെ കഫം
കൂടെയാണ് വാങ്ങിച്ചത്. ബാക്കി വരുന്ന 4 ദീനാർ കൊണ്ട് ഖബർ വാങ്ങിച്ചു. അങ്ങനെ 9 ദീനാർ പോയി. ബാക്കിയുള്ള 9 ദീനാർ 18-ലെ 9 ബാക്കിയുണ്ട്. ആ 9 11 മക്കൾക്ക് ഓഹരി വെച്ചെടുക്കണം. അങ്ങനെ മക്കൾക്ക് ഒന്നൊന്നും സമ്പാദ്യം ബാക്കി വെക്കാതെ എല്ലാ മുസ്ലിമീങ്ങളുടെ ഖജനാവിലേക്ക് കൊടുത്ത മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ലോകം കണ്ട മുത്തഖിയും വറഇന്റെയും ആള് മഹാനവറുകൾ. ഉലമാഇന്റെ ചർച്ച നടന്നിട്ടുണ്ട്. ആരാണ് മൻ സയ്യിദു സുഹാദ്, ആരാണ് സാഹിദീങ്ങളിൽ പ്രമുഖൻ? അല്ലാമ സുഫിയാൻ സൗരിയാണോ? അതല്ല, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. അത്തതുഹു ദുനിയ വഹിയ റാഗിമ, പൈസ എമ്പാടും വന്നിട്ട് വേണ്ടാന്ന് വെച്ച് ജീവിതത്തിൽ അങ്ങേയറ്റത്തെ ലാളിത്യം സൂക്ഷിച്ചിരുന്ന മഹാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. 11 മക്കൾക്ക് ഓഹരി വെക്കാൻ കിട്ടിയത് എത്രയാ? 9 ദീനാർ. 11 ഒന്ന് വെച്ചെടുക്കാൻ പോലും കിട്ടൂല. ഞാൻ കണ്ടിട്ടുണ്ട്, ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിനെ കണ്ടിട്ടുണ്ട്. ഇത് പറയുന്നത് മഹാനായ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ തങ്ങൾ. ആരോട്? ഖലീഫ മൻസൂർ രാജാവിനോട്. ഞാൻ കണ്ടിട്ടുണ്ട് ഹിശാം ഇബ്നു അബ്ദുൽ മലിക് ഒരുപാട് മുസ്ലിമീങ്ങളുടെ സ്വത്തുകൾ പിടിച്ചു പറിച്ചിരുന്ന ആളാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മുമ്പ് ഭരണം നടത്തിയ ആളാണ്. അദ്ദേഹത്തിനുമുണ്ട് 11 മക്കൾ. ആ 11 മക്കളിൽ ഓരോ കുട്ടിക്കും ബഹുമാനപ്പെട്ട ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മുൻഗാമി ഹിശാം ഇബ്നു അബ്ദുൽ മലിക് മരിക്കുമ്പോ തന്റെ മക്കളിൽ ഓരോരുത്തർക്കും ബാക്കി വെച്ചത് മില്യൂന ദിർഹമൻ, 1 മില്യൺ അൽഫ് ദിർഹം, 10 ലക്ഷം ദിർഹം ഓരോരുത്തർക്കും അനന്തരം കിട്ടിയിട്ടുണ്ട്. 11 മക്കളിൽ ഓരോരുത്തർക്കും 10 ലക്ഷം വീതം. അങ്ങനെ സമ്പത്ത് ബാക്കി വെച്ചു പോയ ആളാണ് ഹിശാം ഇബ്നു അബ്ദുൽ മലിക്. എന്നിട്ട് മുഖാത്തിൽ ഇബ്നു സുലൈമാൻ എന്ന ആലിം, മഹാനായ പണ്ഡിതൻ പറയുന്നത്, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് 1 ദീനാർ പോലും എടുക്കാൻ കിട്ടാതെ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇട്ടേച്ചു പോയ 11 മക്കളിൽ ഒരു കുട്ടി ഇസ്ലാമിന്റെ ഒരു ജിഹാദിന്റെ സമയം വന്നപ്പോ അൽഫ ഫറസിൻ, 1000 കുതിരകളെ ഇസ്ലാമിന് വേണ്ടി സ്വതക്ക കൊടുത്തത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആരാണ് ഈ കുട്ടി? വാപ്പയിൽ നിന്ന് 1 ദീനാർ പോലും അനന്തരമായി കിട്ടാൻ വകയില്ലാതെ മരിച്ചുപോയ ഒരു പിതാവിന്റെ പുത്രൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടി, ഒരു മകൻ 1000 കുതിരകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓരോ മില്യൺ 10 ലക്ഷം വീതം അനന്തരമെടുത്ത ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മക്കളിൽ യതകഫഫുന്നാസ്, അങ്ങാടികളിലൂടെ തെരുവുകളിലൂടെ തെണ്ടിയായി നടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്റെ കാരണം എന്നറിയോ? വാപ്പമാർ നന്നായപ്പോൾ മക്കളെ അല്ലാഹു സംരക്ഷിച്ചതാണ്. വാപ്പമാർ അല്ലാഹുവിനെ ഭയപ്പെട്ടപ്പോൾ മക്കളുടെ കാര്യം അല്ലാഹു ഏറ്റെടുത്തതാണ്. മക്കളുടെ വിഷയം അല്ലാഹു ഏറ്റെടുക്കും. നമ്മൾ നന്മ ചെയ്താൽ, നമ്മൾ അല്ലാഹു പറഞ്ഞ പോലെ ജീവിച്ചാൽ. ശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് അതാണ് പറയുന്നത്. അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സാലിഹാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗാ അശുദ്ദഹുമാ വയസ്തഖ്രിജാ കൻസഹുമാ റഹ്മതൻ മിർ റബ്ബിക വമാ ഫഅൽതുഹു അൻ അംരി ذلك تأويل ما لم تستطع عليه صبرا. മൂസ നബിയെ, ഞാൻ ആ മതില് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോ, ആ മതില് നേരെ വെക്കാൻ ഞാൻ പോയപ്പോ നിങ്ങൾ ചോദിച്ചില്ലേ, എന്തിനാണ് ഖിദർ നബിയെ ഈ മതില് നിങ്ങൾ നേരെയാക്കുന്നത്? വെറുതെ പൈസ വാങ്ങിച്ചുകൂടെ? നമ്മളെ വിശന്ന് നടക്കുകയല്ലേ, ഒരൽപ്പം ഭക്ഷണം വാങ്ങിക്കാനുള്ള കാശ് കിട്ടുമായിരുന്നില്ലേ? മൂസ നബിയെ, എന്നോട് ചോദിക്കാൻ പാടില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് മൂസ നബിയെ, നിങ്ങളെ അക്ഷമനാക്കി പിടിച്ചു നിർത്തിയ ആ വലിയ യാഥാർത്ഥ്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ട് കപ്പൽ പൊളിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു, എന്തുകൊണ്ട് കുട്ടിയെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി പറയുന്നത്, ആ നഗരത്തിലെ യതീമുകളായ 2 കുട്ടികൾക്ക് കിട്ടേണ്ട സ്വത്ത് ആ മതിലിന്റെ താഴെ ആരോ ഒരാൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ഈ കുട്ടികളുടെ വാപ്പ അവർക്ക് വലുതായി വന്ന് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാനുള്ള പൈസ, അന്ന് ബാങ്കുകളില്ല, അന്ന് ലോക്കറുകളില്ല, മറ്റ് സംവിധാനങ്ങളില്ല, കുഴിച്ചിട്ടിരിക്കുകയാണ് നിധി പോലെ. ഈ മതിലിന്റെ താഴെ ആ കുട്ടികൾക്ക് കിട്ടാനുള്ള സ്വത്ത് കിടക്കുന്നുണ്ട്. അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമാ. ഇവർക്കുള്ള ഒരു നിധിയുണ്ട്. എന്തേ കാരണം എന്നറിയോ?
എന്താണെന്നറിയുമോ? വകാന അബൂഹുമാ സാലിഹാ, ഇവരുടെ വാപ്പ ഒരു നല്ല വാപ്പയായിരുന്നു. ഈ കുട്ടികളുടെ വാപ്പ നല്ല വാപ്പയായതുകൊണ്ട് ഫഅറാദ റബ്ബുക, അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്, അയ്യബ്ലുഗാ അശുദ്ധഹുമാ, ഈ കുട്ടികൾക്ക് പ്രായപൂർത്തിയെത്തുകയും ആ നിധി അവർക്ക് തുറന്നെടുക്കാനും അവസരം അല്ലാഹു കൊടുക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആ മതിൽ പൊളിഞ്ഞു കിടക്കുന്നത് വഴിയാത്രക്കാർ കണ്ടാൽ അവർ എടുത്തുകൊണ്ടുപോയേനെ, അപഹരിച്ചു കൊണ്ടുപോയേനെ, മോഷണം ചെയ്തു പോയേനെ. അത് ചെയ്യാതിരിക്കാൻ ഇത് ഞാനായി തീരുമാനിച്ചു ചെയ്ത വിഷയമല്ല, എന്നോട് അല്ലാഹു ചെയ്യാൻ പറഞ്ഞതാണെന്ന് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം മൂസ നബിയോട് പറഞ്ഞു കൊടുക്കുന്നത് സൂറത്തുൽ കഹ്ഫിലെ ചരിത്രമാണ്. ഇവിടെ വിഷയം ആ കുട്ടികളുടെ വാപ്പ സ്വാലിഹായിരുന്നു എന്ന ആയത്തിന്റെ വ്യാഖ്യാനം മുഫസ്സിരീങ്ങൾ പറയുന്നത് എന്താണ്? ജദ്ദുഹുമസ്സാബിഅ, ഈ രണ്ട് മക്കളുടെയും ഏഴാമത്തെ തലമുറയിൽ വന്ന ഉപ്പാപ്പ, പാപ്പയല്ല പാപ്പയുടെ വാപ്പയുടെ, അവരുടെയും ഉപ്പ, അവരുടെയും ഉപ്പ, ഉപ്പയുടെ ഉപ്പ, അവരുടെയും ഉപ്പ, ഏഴാമത്തെ ഉപ്പാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. ആ ഏഴാം തലമുറയിൽ കഴിഞ്ഞുപോയ ഒരു മനുഷ്യന്റെ നന്മക്ക് പകരമായി 7 തലമുറകൾക്കപ്പുറം വന്ന പേരക്കുട്ടികളുടെ പേരക്കുട്ടികളുടെ പേരക്കുട്ടികളാണ് യതീം കുട്ടികള്. അവർക്ക് ഈ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കണമെന്ന് അല്ലാഹു തീരുമാനിക്കാൻ കാരണം അവരുടെ ഏഴാമത്തെ വല്യാപ്പ നല്ല മനുഷ്യനായിരുന്നു എന്നതുകൊണ്ടാണ്. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, നിങ്ങളുടെ നന്മ നിങ്ങളുടെ സ്വന്തം മക്കൾക്ക് മാത്രമല്ല, മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും അവരുടെ മക്കളുമായി 7 തലമുറകളോളം നിങ്ങളുടെ സമൂഹത്തിൽ നന്മ വരാൻ ഒരു മനുഷ്യന്റെ നന്മ കൊണ്ട് കാരണമാകും. ഒരാൾ നന്നായാൽ 7 തലമുറപ്പുറത്തേക്ക് നന്മ വരുമെന്ന് പഠിപ്പിക്കാനാണ് സൂറത്തുൽ കഹ്ഫിൽ ഈ ഒരു മദിലിന്റെ ചരിത്രം അല്ലാഹു പറയുന്നത്. ജദ്ദുസ്സാബി, ഏഴാമത്തെ ഉപ്പാപ്പയാണ് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടായിരുന്നു നിസ്കാരം നീട്ടി നിസ്കരിച്ചിരുന്നത്, നിസ്കാരം ദീർഘിപ്പിക്കുമായിരുന്നു സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മകനോട് പറയും, മോനോട് പറയും, മോനെ ലഅസീദന്ന ഫീ സ്വലാത്തി മിൻ അജ്ലിക, മോനെ നിന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ നിസ്കാരം ഇങ്ങനെ നീട്ടുന്നത്. റജാഅൻ നുഹ്ഫള ഫീക, നിന്റെ വിഷയത്തിൽ അല്ലാഹുവിലേക്ക് കാവൽ തരാൻ, നിന്നെ അല്ലാഹു രക്ഷിക്കാനും, നീ കാരണം ഒരു ഉപദ്രവവും എനിക്ക് വരാതിരിക്കാനും, നീ കാരണം ഒരു അപമാനവും വരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ നിസ്കാരം ദീർഘിപ്പിക്കുന്നുണ്ട് മോനെ, നീ നന്നാവാൻ വേണ്ടിയാണ് ഞാൻ ആ ചെയ്യുന്നതെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖനാണ്. മഹാനായ സഈദ് റളിയല്ലാഹു അൻഹു നിസ്കാരം ദീർഘിപ്പിക്കുന്നത് മക്കൾ നന്നാവാൻ. എന്തോ ഒരു വലിയ അഭിമാനം. എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത്? മക്കൾക്ക് വേണ്ടി ലോൺ എടുക്കണം അല്ലേ? ആകെ ലോണാണ്, മക്കൾക്ക് വേണ്ടി ഇൻഷൂർ ചെയ്യണം. എന്ത് ഇൻഷൂർ? നിങ്ങളുടെ നിസ്കാരം നന്നായാൽ അല്ലാഹു നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കുമല്ലോ. നിങ്ങൾ അല്ലാഹു ഭയപ്പെടുന്ന പോലെ, അല്ലാഹുവിനെ ഭയപ്പെടേണ്ട പോലെ ഹഖ്ഖ തുഖാതിഹി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ മക്കളുടെ കാര്യം അല്ലാഹു നോക്കുമല്ലോ. എന്തിനാണ് പിന്നെ ഇൻഷൂർ? എന്തിനു വേണം അത്? എന്തിനാണ് ഈ തഅ്മീൻ? ലൈഫ് ഇൻഷുറൻസ് അല്ലേ? പച്ചയായ ഹറാമല്ലേ അത്? സംശയലേശമെന്ന് പറയാവുന്ന വിഷയമല്ലേ അത്? LIC പോളിസികൾ ഹറാമല്ലേ? നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പൊ ഹറാമായി അല്ലേ? പഠിക്കാൻ പോകുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട്, വാഹനം ലോൺ എടുത്തിട്ട്, നമ്മുടെ വീടുകൾ ലോൺ എടുത്തിട്ട്, സ്ഥലം വാങ്ങിക്കുന്നത് ലോൺ എടുത്തിട്ട്, യാത്ര പോകുമ്പോൾ ട്രാവൽ ഇൻഷൂർ, ആകെ പലിശയുടെ ഉള്ളിൽ കുളിച്ച് നമ്മളങ്ങ് നശിച്ചു പോയില്ലേ? എങ്ങനെയാണ് സമൂഹത്തിൽ നന്മയുണ്ടാവുക? എങ്ങനെയാണ് നന്മയുണ്ടാവുക? ഇത് അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. ഇൻഷൂറുകൾ ചെയ്തവര് ശരിക്കും മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ അടച്ച പൈസ നിങ്ങൾ തിരിച്ചു വാങ്ങിക്കോ. 5 പൈസ പോലും വേറെ തരുന്നത് വാങ്ങിക്കേണ്ട. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോവുകയും വേണ്ട. നഷ്ടമാണെങ്കിൽ നഷ്ടം നിങ്ങൾ സഹിച്ചേക്കണം. പലിശ നമുക്ക് പാടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ വിഷയമാണ്. LIC പോളിസികൾ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പോളിസികൾ, അവരുടെ വിദ്യാഭ്യാസത്തിനെടുക്കുന്ന പലിശ വായ്പകള് പച്ചയായ ഹറാമല്ലേ? എങ്ങനെയാ പിന്നെ മക്കൾക്ക് ആ വിദ്യാഭ്യാസം ഉപകരിക്കുക? സർട്ടിഫിക്കറ്റ് കിട്ടിയവരും ആ മക്കളിൽ നന്മയുണ്ടാകുമോ? അവരുടെ മക്കളിൽ നന്മയുണ്ടാകുമോ? നിങ്ങളുടെ മക്കൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കും. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നിസ്കാരം ദീർഘിപ്പിച്ചുകൊണ്ട് പറയാണ്, മോനെ എന്റെ നിസ്കാരം വളരെ വളരെ പെട്ടെന്ന് ചുരുക്കി. സലാം വിട്ടാൻ എനിക്കറിയാത്തത് കൊണ്ടല്ല, ഒരുപാട് നേരം ഞാൻ അല്ലാഹുവിനെ ഓർക്കുന്നത് അല്ലാഹു നിന്നെ സംരക്ഷിക്കാനാണ്, നിനക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കാനാണെന്ന് മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ പറയുമായിരുന്നു, ഇന്നല്ലാഹ
ليحفظ بالرجل الصالح ولده وولد ولده والدويرات التي حوله فما يزالون في حفظ من الله وستر. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ് ഈ മഹാനാണ്. അദ്ദേഹം വലിയ സൂക്ഷ്മതയുള്ള ആളാണ്. അന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫ്ലാറ്റ് 10 ദിർഹമിനും 20 ദിർഹമിനും കൊടുക്കുന്ന കച്ചവടം നടക്കുന്ന കാലത്ത് ഒരു അറാബി വന്ന് 20 ദിർഹം കൊടുത്ത് 10 ദിർഹമിന്റെ ഫ്ലാറ്റ് എടുത്തിട്ട് പോയി. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഓടിച്ചാടി നടന്ന് ഈ അറാബിയെ തേടി പിടിച്ചു. അറാബി അന്വേഷിച്ചു പിടിക്കുക. 10ന് 20 തന്നുപോയി ഇയാള്. നമ്മളാണെങ്കിൽ കിടക്കട്ടെ എന്ന് പറയില്ലേ, 10 കയറി കിട്ടിയല്ലോ. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ് ഈ അറാബിയെ തെരഞ്ഞു നടന്നു. പിന്നാലെ നടന്നിട്ട് അയാളെ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, യാ അറാബി, നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ 20ന്റെ ഫ്ലാറ്റ് നിങ്ങൾ എടുത്തോ, അല്ലെങ്കിൽ 10 നിങ്ങൾ തിരിച്ചു വാങ്ങിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ എന്റെ ഫ്ലാറ്റിന് തിരിച്ചു തന്നേക്ക്, നിങ്ങൾ ഒന്നും വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞു. എന്തു പറ്റിയെന്ന് ചോദിച്ചു. നിങ്ങൾ വാങ്ങിച്ചത് 10ന്റേതാണ്, നിങ്ങൾ 20 എനിക്ക് തന്നില്ലേ, അത് വേണ്ട, 10 അതിനുള്ളൂ, അതുകൊണ്ട് 10 നിങ്ങൾ തിരിച്ചു വാങ്ങിക്കണം. എന്നാ 10 തന്നേക്കെന്ന് പറഞ്ഞു. അങ്ങനെ 10 തിരിച്ചു കൊടുത്തു. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ പോയപ്പോൾ അറാബി ചോദിച്ചു, മൻ ഹാദർ റജുൽ, ആരാണ് ഈ മനുഷ്യൻ, ആരാണ് ഈ പണ്ഡിതൻ? പറഞ്ഞു, മുഹമ്മദ് ഇബ്നുൽ മുൻകദിറാണ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് പറഞ്ഞപ്പോ അറാബി കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് തുടച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യനെ കൊണ്ടാണ് മഴകൾ കിട്ടാത്ത വാദിയോരങ്ങളിൽ, മഴകൾ ലഭിക്കാത്ത മലയോരങ്ങളിൽ ഞങ്ങൾ പാർക്കുമ്പോ ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത് ഈ സൂക്ഷ്മതയുള്ള മനുഷ്യൻ കാരണമായിരിക്കണം. ഇങ്ങനെയുള്ള മഹത്തുക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർ കാരണമാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കുന്നത്. മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. വേണ്ട, അനാവശ്യമായത് നമുക്ക് വേണ്ട, നമ്മുടേതല്ലാത്ത നമുക്ക് വേണ്ട. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കാണ്, ഇന്നല്ലാഹ ലയഹ്ഫദു ബിർറജുലി സ്വാലിഹി. സ്വാലിഹായ ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു സംരക്ഷണം നൽകും. ആർക്ക്? വലദ, അവരുടെ മക്കൾക്ക്, വവുൽദ വൽദി, അവരുടെ മക്കളുടെ മക്കൾക്കും, വജ്ജുവൈറാത്തി ലതി ഹൗല, ആ മനുഷ്യന്റെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങൾക്കും ജീവജാലങ്ങൾക്കും വീടുകൾക്കുമൊക്കെ ഒരു നല്ല മനുഷ്യൻ അതിന്റെ പരിസരത്തെങ്ങാനും താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾ കാരണം ചുറ്റും അല്ലാഹു സംരക്ഷണം കൊടുക്കും. വമാ യസാലൂന ഫീ ഹിഫ്ളിൻ മിനല്ലാഹി വസിത്രിൻ. അള്ളാഹുവിന്റെ കാവലിലും അള്ളാഹുവിന്റെ സംരക്ഷണത്തിലുമായി ആ നഗരം, ആ പ്രദേശം ഒന്നാകെ അള്ളാഹു നിലനിർത്തുന്നത്. നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വാലിഹീങ്ങൾ നമ്മുടെ പരിസരത്ത് ജീവിക്കുന്നത് കൊണ്ടാണ്. അവരെ കൊണ്ടാണ് ഈ സമൂഹത്തെ അള്ളാഹു നശിപ്പിക്കാതിരിക്കുന്നത്. വലിയ അത്ഭുതമല്ലേ ഇത്? നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു പ്രതിഫലമാണ്. ഇനിയും ലഭിക്കാനുണ്ട് 7ാമത്തെ ഫലം, ബറകത്തുൽ ഔഖാത്ത്. സമയങ്ങളിൽ അള്ളാഹു ബറക്കത്ത് തരും. സമയത്തിൽ ബറക്കത്ത് തരും. കുറഞ്ഞ നേരം, പക്ഷെ ഒരുപാട് കാര്യം ചെയ്തു തീർക്കാൻ പറ്റും. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഹിജ്റ 606 മരിച്ചുപോയ മഹാൻ. മരിക്കുന്ന സമയത്ത് വയസ്സ് 63. തഫ്സീർ റാസി ഉണ്ട്, അജായിബുൽ, ബഹുമാനപ്പെട്ട റാസി ഇമാമിന്റെ തഫ്സീർ എന്തായിരുന്നു? തഫ്സീർ കബീർ. ബഹുമാനപ്പെട്ടവരുടെ തഫ്സീറുൽ കബീർ 200ഓളം കിതാബുകൾ വേറെയും രചിച്ച മഹാനാണ്. 30ഓളം വോള്യങ്ങളുള്ള ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധമായ തഫ്സീർ. 63 വയസ്സിനുള്ളിലെ 30 വോള്യങ്ങളുള്ള അല്ലാമ ഇബ്നു ഷാഹീൻ 1000 വോള്യമുള്ള ഖുർആന്റെ തഫ്സീർ എഴുതിയിട്ടുണ്ട്. അല്ലാമ ഇബ്നു ഷാഹീൻ 1000 വോള്യം. എവിടുന്നാ അതിനൊക്കെ സമയം കിട്ടിയതെന്ന്? നമുക്ക് 2 പത്രം വായിക്കാൻ വയ്യല്ലേ? അപ്പോഴേക്ക് നേരം കഴിഞ്ഞു. നമ്മൾ പത്രം വായിച്ചിരുന്നോളെ, വായിക്കേണ്ടെന്ന് നമ്മൾ വായിക്കുന്നില്ല. എന്നതിനെ പറ്റി പറയില്ലേ? പത്രങ്ങൾ വായിച്ചാൽ മതി, വിശ്വസിക്കേണ്ട, അത് ഹക്കാന്ന് വിശ്വസിക്കേണ്ട. അത് തിരിച്ചും മറിച്ചും വായിച്ചിട്ട് ചർച്ചയും എന്തൊക്കെയാണ് വായിക്കേണ്ടത് നമ്മൾ വായിച്ചോ, പിന്നല്ലേ എഴുതുന്നത്. 30ഓളം വാള്യങ്ങളുള്ള തഫ്സീറിന്റെ വാള്യങ്ങൾ എഴുതിയ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. വേറെയും 200 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരനാണ്, ഇറാനിന്റെ ഭാഗങ്ങളിൽ ജീവിച്ചുപോയ മഹാനാണ്. മഹാനായ ഇമാമുന നബി റളിയല്ലാഹു അൻഹു ശാഫിഈ മദ്ഹബിലെ പ്രബലമായ ഇമാം, ശാഫിഈ മദ്ഹബിന്റെ ഗതി പോലും നിയന്ത്രിച്ചിട്ടുള്ള മഹാൻ അല്ലാമ നബി റളിയല്ലാഹു തആല അൻഹു മരിക്കുമ്പോൾ വയസ്സ് 45 വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്. ഇമാമുന ശാഫിഈ, മഹാനായ ഇമാമുന നബവി റളിയല്ലാഹു തആല അൻഹു, യഹ്യ ഇബ്നു ശറഫ് റഹ്മത്തുള്ളാഹി അലൈഹി. എല്ലാ ദിവസവും 12 ദർസുകൾ മശായിഖന്മാർക്ക് ഓതിക്കൊടുത്തിരുന്നവരാണ്. ഖറഅ അലാ ശൈഖിഹി, അങ്ങനെയാണ് കിതാബ് ഷെയ്ഖിന് ഓതിക്കൊടുക്കുക, ഷെയ്ഖ് അത് ശരിവെക്കുക.
ഇമാമിന് ശൈഖ് അവറുകൾക്ക് ഓരോ ദിവസവും 12 ദർസുകൾ ഓതി കൊടുത്തിരുന്ന മഹാനായ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു രാത്രിയും പകലുമായി ഒരൊറ്റ നേരത്തെ ഭക്ഷണമുള്ളൂ, അത്താഴ നേരത്ത്. ബഹുമാനപ്പെട്ടവരുടെ കിതാബുകളെന്ന് നോക്കുമ്പോ ഓരോ ദിവസവും എഴുതുന്ന കിതാബുകളുടെ എണ്ണം നോക്കിയപ്പോ ഓരോ ദിവസവും മിനിമം 4 പേജുകൾ എഴുതിയിട്ടുണ്ട്. മഹാനായ നബി റളിയല്ലാഹു അൻഹു വായിച്ചത് വേറെ, പഠിച്ചത് വേറെ, ഉസ്താദുമാർക്ക് മശായിഖന്മാർക്ക് ഖിറാഅത്ത് ചെയ്തു കൊടുത്തത് വേറെ. അതിന്റെ അപ്പുറം ഈ 4 പേജുകൾ മിനിമം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഇടക്കൊന്ന് കല്യാണം കഴിക്കാൻ പോലും മറന്നുപോയ മഹാനാണ്. 45 വയസ്സിൽ മരിച്ചുപോയ ഇന്നും നമ്മൾ ഓർക്കുന്ന മഹാനായ നബി റളിയല്ലാഹു അൻഹു. സ്വഹീഹ് മുസ്ലിമിന്റെ ശറഹുണ്ട്, ഫിഖഹിന്റെ കിതാബുകൾക്ക് ശറഹ് എഴുതിയ മഹാനായ നബി റളിയല്ലാഹു അൻഹു. ആയുസ്സിൽ അല്ലാഹു കൊടുത്ത ബറക്കത്താണ്. അല്ലാഹു ആയുസ്സിൽ ബറക്കത്ത് കൊടുത്താൽ മുഅ്മിനീങ്ങൾക്ക് എടുക്കുന്ന വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമല്ലേ? മഹാനായ ഹാഫിദ് ഇബ്നു ദുനിയ എത്രയാണ്? 10 ലക്ഷം 10 ലക്ഷം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാർ. 10 ലക്ഷം പേജല്ലേ ഈ പറഞ്ഞത്? 10 ലക്ഷം കിതാബുകൾ. അല്ലാമ ഇബ്നു ദുനിയ, മഹാനായ ഇബ്നു അസാകിർ തങ്ങൾ, ബഹുമാനപ്പെട്ടവർ 1000 വോള്യമുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 1000 പേജുകളുള്ള ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 80 മുജല്ലദുകളിലായി മഹാനായ ഇബ്നു അസാകിർ തങ്ങളുടെ ആയിരക്കണക്കിന് പേജ് വരുന്ന താരീഖുണ്ട്, അവരുടെ ചരിത്ര ഗ്രന്ഥമുണ്ട്. മഹാനായ അബൂ മുഹമ്മദ് അലി ഇബ്നുൽ ഹസ്ം റളിയല്ലാഹു അൻഹു 400 വോള്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്രത്തോളം? 80,000-ഓളം പേജുകൾ വരുന്നത്. 80,000-ഓളം പേജുകൾ വരുന്ന 400 വോള്യങ്ങൾ വരുന്ന ഗ്രന്ഥം എഴുതിയ അബൂ മുഹമ്മദ് അലി ഇബ്നുൽ ഹസ്ം റളിയല്ലാഹു അൻഹു 80,000 പേജുകൾ. അന്നത്തെ എഴുത്തുന്ന കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുന്ന പോലെ ഫാസ്റ്റ് ആണോ? മുഷിൽ കുത്തി എഴുതണ്ടേ? എങ്ങനെ ഇത് കഴിഞ്ഞു? അത്ഭുതമാണ്, അത്ഭുതമാണ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു കാന യുസല്ലി 300 റക്അഅ 300 റക്അഅത്ത് സുന്നത്ത് നിസ്കരിച്ചിരുന്നു. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാമുന ശാഫിഈ തങ്ങൾ ഒരു രാത്രിയിൽ കാന യഖ്തിമുൽ ഖത്മ, ഖുർആൻ ഖത്മ തീർക്കുമായിരുന്നു. നമുക്കൊരു ഖുർആൻ ഖത്മ തീർക്കണമെങ്കിൽ മിനിമം 15 മണിക്കൂർ വേണ്ടി വരും, അല്ലെങ്കിൽ 10-12 മണിക്കൂർ വേണം. അതിന്റെയൊക്കെ സമയത്തിനിടക്ക് വളരെ ചിന്തയോടുകൂടെ ആലോചിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരിപൂർണമായി ഓതി തീർക്കാൻ രാത്രികാലങ്ങളിലെ സുന്നത്ത് നിസ്കാരങ്ങളിൽ മഹാന്മാർക്ക് അവസരമുണ്ടായത്. അൽ ബറകത്തു ഫിൽ വഖ്തി, സമയത്തിൽ അല്ലാഹു കൊടുക്കുന്ന ബറക്കത്താണ്. സമയത്തിൽ ഒരു ബറക്കത്ത് കിട്ടണം. നമുക്ക് ഇല്ലാത്ത പോയ വിഷയം അതാണ്. ഇന്ന് എല്ലാവർക്കും തിരക്ക. റോഡിൽ കയറിയ മരണത്തിരക്ക്, ഒരു തിരക്കില്ലാത്തവരും തിരക്ക. റോഡിൽ കയറിയാൽ സുബ്ഹാനല്ലാഹ്, എന്താ ഒരു പണിയില്ല, ഒരു പണിയും ചെയ്യാൻ എന്നാലും തിരക്കന്നെയാണ്. വല്ലതും ചെയ്തിട്ടുണ്ടോവനെ? ഒരു പേജ് എഴുതി ഒരു കിതാബ് വായിച്ചോ എന്ന് നേരം വിളിച്ചിട്ട് ഒന്നും വായിച്ചിട്ടില്ല. പിന്നെ ആകെ തിരക്ക് ഒഴിവിട്ടുണ്ടേ. ഇങ്ങനെ തിരക്കായത് അന്ത്യനാൾ എടുക്കുമ്പോൾ ആളുകൾക്ക് സമയത്തിൽ നിന്ന് ബറക്കത്തിന് അല്ലാഹു കൊണ്ടുപോകുമെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബറക്കത്തുണ്ടാവില്ല. വെറുതെ പത്രവും മാസികയുമായിട്ട് സമയം കളയും. ഒരു കിതാബ് ഓതാൻ, ഒന്ന് ഖുർആൻ ഓതി നോക്കാൻ, അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു തഅലീഫ് ചെയ്യാൻ, ഇതിനൊന്നും നേരം ഉണ്ടാവില്ല എന്ന വെറുതെ സമയം കളയാണ്. അങ്ങനെ ബറക്കത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളുമായ മഹത്തുക്കൾക്ക് കൊടുത്തിട്ടുള്ള ഈ മഹത്വം, അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടവരാണ്. അതിനു വേണ്ടി അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ് അൽ ബറകത്തു ഫിൽ വഖ്തി, സമയത്തിൽ ബറക്കത്ത് കൊടുത്തു. എട്ടാമത് അല്ലാഹു നന്മക്ക് നൽകുന്ന പ്രതിഫലം യജ്അൽനഹു മഖ്റജാ, പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം തരും. പ്രശ്നങ്ങൾക്ക് റബ്ബ് പരിഹാരം തരും. വിഷമിക്കണ്ട, അല്ലാഹു പരിഹാരം തരും. എങ്ങനെയെന്നറിയോ? അന്നൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 യാത്രക്കാരുടെ കഥ പറഞ്ഞിട്ടുണ്ട്. 3 യാത്രക്കാരുടെ കഥ സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസല്ലയോ? ഒരു മാളത്തിന് ഉള്ളിൽപ്പെട്ടു പോയവർ, ഗുഹയുടെ മാളം അടഞ്ഞുപോയി, മഴ വന്ന് ഇരുട്ടുള്ള ഇടിമിന്നലുള്ള രാത്രിയിൽ പുറത്തു കടക്കാനാവാതെ വിഷമിച്ചപ്പോ അവരവരെ ചെയ്ത അമലുകളെ തവസ്സുല് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹു ആ പാറ നീക്കി കൊടുത്ത മഹത്തായ അത്ഭുതമുള്ള ചരിത്രം. തവസ്സുല് ചെയ്ത് ദുആ ചെയ്തു അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരാൾ പറഞ്ഞ വിഷയം എന്താണ്? അല്ലാഹുവേ, എന്റെ ഉമ്മയും വാപ്പയും നോക്കിയിട്ടുണ്ട്. അല്ലാഹ്, എന്റെ ഉമ്മയും വാപ്പയും തിന്നുന്നതിന് മുമ്പ് ഞാനോ എന്റെ മക്കളോ തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. എന്റെ ഉമ്മയും വാപ്പയെയും ഞാൻ അങ്ങനെ നോക്കിയതിന്റെ പകരം ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേ. കല്ലുന്നക ഒരൽപ്പം നീങ്ങി. സ്വഹീഹ് ബുഖാരി വന്ന ഹദീസല്ലേ? അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതാൾ പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ അരികത്ത്
ജോലിക്ക് നിന്നിരുന്ന ഒരാൾ അവന്റെ ശമ്പളം മേടിക്കാതെ പോയപ്പോ അത് വാങ്ങിക്കാൻ തിരിച്ചു വരാതിരുന്നപ്പോ ഞാനത് അയാൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചു. ആ സമ്പത്ത് ഞാൻ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തിക്കൊണ്ടുവന്നു. ഒരാട് വാങ്ങിച്ചു. ആട് 2 ആയി 3 ആയി 4 ആയി. വർഷങ്ങൾ കഴിഞ്ഞവൻ തിരിച്ചു വന്നു. ഞാൻ ആ ജോലിയെടുത്ത 2 ദിവസത്തെ വേതനം വേണം. ഞാൻ പറഞ്ഞു, ഈ കാണുന്ന മലയോരങ്ങളിൽ കാണുന്ന ആടുകൾ മുഴുവനും നിന്റേത്. പറഞ്ഞു, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? 2 ദിവസത്തെ വേതനമല്ലേ ഞാൻ ചോദിച്ചത്? അദ്ദേഹം പറഞ്ഞു, 2 ദിവസത്തേത് തന്നെ. അത് നീ എന്റെ അടുത്ത് ബാക്കി വെച്ചത് നിനക്ക് വേണ്ടി ഞാൻ അതിനെ വളർത്തുകയായിരുന്നു. ഇന്ന് നീ കാണുന്ന ഈ മലയോരം മുഴുവനും നിറഞ്ഞു കിടക്കുന്ന ആട്ടിൻപറ്റങ്ങൾ നിന്റെ 2 ദിവസത്തെ വേതനം കൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. കൊണ്ടുപോയിക്കോ. 2 ദിവസത്തെ അദ്ദേഹത്തിന്റെ ഏതാനും ദിവസങ്ങളുടെ വേതനത്തിന് പകരമാണ് ആട്ടിൻപറ്റങ്ങളെ മുഴുവൻ. ആ മനുഷ്യൻ ഒരാട് പോലും ബാക്കി വെക്കാതെ ഇവയെ വളർത്തിയുണ്ടാക്കിയ മുതലാളിക്ക് നന്ദിക്ക് വേണ്ടിയെങ്കിലും ഒരാട് പോലും കൊടുക്കാതെ ഒന്നും ബാക്കി വെക്കാതെ ആയിരക്കണക്കിന് ആടുകളെ തെളിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹുവേ, ഞാനത് ചെയ്തത് നിന്റെ പ്രതിഫലം കിട്ടാനാണ്. ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ. ഒന്നുകൂടെ അകലുകയാണ് പാറ. 3ാമത്തെ കഥ പറഞ്ഞു നിബിതങ്ങൾ. സ്വന്തം അമ്മാവന്റെ മകൾ, സ്വന്തം ഉമ്മയുടെ സഹോദരന്റെ മകൾ, അവൾ സുന്ദരിയാണ്. അവളെ വ്യഭിചരിക്കാൻ കിട്ടുന്ന അവസരം കാത്തിരിക്കുകയായിരുന്നു ഇവൻ. അമ്മാവന്റെ മകൾ അന്നൊരു കഷ്ടപ്പാട് വന്നപ്പോ, ഇവൻ പൈസക്കാരനാണ്. അവൾ വന്ന് പൈസ ചോദിച്ചു. പറഞ്ഞു, നിനക്ക് ഞാൻ പൈസ തരാം, നിന്റെ ശരീരം എനിക്ക് വേണം. അവള് മനസ്സോടുകൂടെ ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീരനുഭവിച്ച് വിഷമിച്ചപ്പോ, എന്നാൽ അല്ലാഹുവിനെ പേടിച്ച പെൺകുട്ടിയാണ് അവള്. നിവർത്തിയില്ലാതെ നിവർത്തികേടുകൊണ്ട് വ്യഭിചാരത്തിന് കടന്നുകൊടുത്തപ്പോ, നിക്കാഹ് ചെയ്യാതെ ഈ പണി നീ ചെയ്യില്ലേ, ഭാര്യയുടെ മുമ്പിലല്ലാതെ ഭാര്യയോടല്ലാതെ നീ ഇത് ചെയ്യല്ലേ, നീ അല്ലാഹുവിനെ പേടിക്കണേ എന്ന് അവൾ എന്നോട് പറഞ്ഞപ്പോ, അല്ലാഹുവേ, ഞാൻ എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, എനിക്കവിടെ അവസരമുണ്ട്, അവൾ കീഴൊടുങ്ങി തന്നിട്ടുണ്ട്, ഞാനത് ചെയ്യാത്തത് അല്ലാഹുവേ നിന്നെ ഭയപ്പെട്ടത് കൊണ്ടാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന വാക്കുപോ പറഞ്ഞപ്പോഴാണ് ആ ഗുഹാമുഖത്ത് നിന്നും 3 പേർക്കും പുറത്തിറങ്ങി വരാൻ പറ്റുന്ന രീതിയിൽ ഗുഹാമുഖത്ത് അടഞ്ഞു പോയിരുന്ന പാറക്കല്ല് നീങ്ങിപ്പോയ ചരിത്രം സുഹൈഹുൽ ബുഖാരി, മുസ്ലിം പോലെയുള്ള കിതാബുകൾ, ഇമാമിയങ്ങൾ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. എന്തേ കാരണം എന്നറിയോ? നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരികയും നിങ്ങളുടെ വിഷമങ്ങൾ അല്ലാഹു തീർത്തു തരികയും ചെയ്യും. അത്ഭുതമാണ് മുഅ്മിനെ, ഓർത്തു നോക്കണം, അത്ഭുതമാണ്. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹു തആല നന്മ ചെയ്ത് ഇങ്ങനെ പ്രയാസങ്ങൾക്ക് പരിഹാരം തരുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട്. മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനെ അന്ന് മുശ്രിക്കീങ്ങൾ ബന്ദിയായി പിടിച്ചു വെച്ചു. ആരുടെ? സഹാബിയായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരേ ഒരു മകൻ. ഉണ്ടാവില്ലേ കള്ളക്കേസിൽ കുടുങ്ങിയതൊക്കെ? ആരൊക്കെയോ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മക്കൾക്ക് അല്ലാഹു മോചനം കൊടുക്കട്ടെ, ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്ന് നബിയോട് വന്ന് വേവലാതി പറഞ്ഞിട്ടുണ്ട്. ആര്? ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. فذهب يشكو ذلك الى النبي صلى الله عليه وسلم. ആരോട് പരാതി പറഞ്ഞു? നബിയോട്. ارتكبت على الخطا غير حسر وعداد لك اشكو فيه يا سيدي خير النبي. ഈ ഒരു ശിർക്കാണെന്ന് പറയുന്ന പച്ചസാധുക്കളോട് ഞാൻ പറയട്ടെ, ഇർതകബ്തു അലൽ ഖതാ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഗൈറ ഹസ്രിൻ വഅദദ്, യാതൊരു കയ്യും കണക്കുമില്ലാത്ത തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹ് ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, അമ്പിയാക്കൾക്ക് ഖൈറായി വന്നവരെ നബിയേ, ആ വിഷയത്തിൽ ഞാൻ അങ്ങയോട് എന്റെ വേവലാതി ബോധിപ്പിക്കട്ടെ. ലക അഷ്കു, അങ്ങയോട് വേവലാതി പറയട്ടെ നബിയേ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഏതാണ് ഇവിടെ ശിർക്ക്?
തിരക്ക് വന്നത് നബിയോട് പുറത്തു തരാൻ ചോദിച്ചതാണോ? ഹബീബിനോട് പറയുന്നത് പരാതി പറയലല്ലേ. ലേഖ അഷ്കു ഹദീസ് എന്താണ്? ഫദഹബ യഷ്കു ദാലിക ഇലൻ നബി, നബിയോട് പരാതി പറയാൻ പോയി ആര്? ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സഹാബത്ത് ചെയ്തിട്ടില്ല, പിന്നെ എന്താ കുഴപ്പം? ഒറ്റടിക്ക് കേൾക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങനെ എന്നാ പിന്നെ ഒരു തന്നെ ചൊല്ലണ്ടെന്ന് പറയും. എന്നാലും മുഅ്മിനീങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ അവസരം അന്നൊരു പരിപാടി ഉണ്ടല്ലേ, 20-ാം തീയതി. അൽഹംദുലില്ലാഹ് പഠിക്കും. തൗഹീദൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് വലിയ ചർച്ചാ വിഷയം. തൗഹീദ് ശിർക്ക്, തൗഹീദ് ശിർക്ക്. ഈ തൗഹീദ് എന്ന് പറഞ്ഞ സംഗതി അല്ലാമ ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്. അദ്ദേഹം പറഞ്ഞു, what used to enlighten our hearts has become today the topic of നമ്മുടെ മനസ്സുകളിൽ കത്തിജ്വലിച്ചിരുന്ന ഒരു സാധനം തൗഹീദ്. നമ്മുടെ മനസ്സുകളിൽ പ്രകാശം തന്നിരുന്ന ഒരു സാധനം, ഖൽബിന് പ്രകാശം തന്നിരുന്ന തൗഹീദ് has become the subject of absolute philosophical debate. What used to enlighten our hearts has become the subject of absolute philosophical debate. ഇന്നതൊരു ഫിലോസഫിക്കൽ ഡിബേറ്റ് ആണ്, ഇന്നത് സംവാദമാണ്. സത്യത്തിൽ അത് ഖൽബിന്റെ ഉള്ളിൽ കിടക്കേണ്ട സംഗതിയാണ്. ഖൽബിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോട് സ്നേഹമായി വരേണ്ട സംഗതി. വെറുതെ വാക്കുകളിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ ഇങ്ങനെ ഒരു അപകടം ഈ സമൂഹത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. അള്ളാഹു തആല നമ്മുടെ ചെറുപ്പക്കാരെയും അല്ലാത്തവരെയും ഒക്കെ കാക്കുമാറാകട്ടെ. ഈ സംശയം ജനിപ്പിക്കുന്ന സംസാരങ്ങളും പ്രഭാഷണങ്ങളും എല്ലാവരും കേൾക്കാൻ തിരിഞ്ഞ പ്രശ്നമാണ്. നമുക്ക് മനസ്സിലാവില്ല ഏതാ ശരി ഏതാ തെറ്റ്. അതാണ് വിഷയം. നമുക്ക് ജീവിതത്തിൽ സൂക്ഷ്മതയും വിവരവും ബോധമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ മനുഷ്യന്മാരുടെ ഇത് കേൾക്കുക, അല്ലാത്തവരുടെ ഇത് കേട്ടാൽ ഫസാദായി പോകും, നമ്മുടെ അഖീദ മോശമായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാം ഓരോന്നും പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞുകൊണ്ടെന്നില്ല. നമ്മുടെ ആലിമീങ്ങൾ നമ്മളോട് നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബാധ്യത തീർന്നു. പിന്നെ അവരും അള്ളാഹു തമ്മിലാണ്, നമ്മുടെ വിഷയം തീർന്നു. നമ്മൾ സാധാരണക്കാര് അതും പിടിച്ചിട്ട് ചർച്ച ചെയ്യരുത്. അനാവശ്യം അത് ശിർക്ക്, ഇത് കുഫ്ർ. ഇതിനൊക്കെ എന്തറിയും? എന്താണ് ഹദീസിന്റെ ദലാലത്തുകൾ എന്തൊക്കെയാണ്? ദലാലത്ത് ഖത്ഈ ഏതാണ്? ദലാലത്ത് ظنീ ഏതാണ്? അഹദായ ഹദീസിന്റെ വിധി എന്താണ്? മുതവാത്തിറിന്റെ വിധി എന്താണ്? ഇതൊന്നും എന്താണ് ഹസൻ, എന്താണ് ദഈഫ്, എന്താണ് മുൻഖതി, എന്താണ് മുർസലി, എന്താണ് മർഫൂഅ്, ഏതാണ് മഖ്തൂആയ ഹദീസ്? ഇതൊന്നും നമുക്കറിയില്ല. ഹദീസ് എന്ന് പറയും. എന്ത് ഹദീസ്? ഓരോന്നിനെ സംബന്ധിച്ച് ഫുഖഹായിന് കാഴ്ചപ്പാടുകളുണ്ട്. ഓരോന്നിന്റെ വിധി എങ്ങനെയാണ് അതിന് അർത്ഥം കൊടുക്കേണ്ടത്? അതൊക്കെ ആലിമീങ്ങൾ പറഞ്ഞേക്കും. നമ്മൾ എന്ത് ചെയ്യരുത്? സാധാരണക്കാർ റൂട്ടൊന്ന് ചർച്ച ചെയ്യല്ലേ, ദീന് കൊണ്ട് കളിക്കല്ലേ. ഒരു എഞ്ചിനീയറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ ഡോക്ടറോട് പോയി ചോദിക്കാറില്ല. ഒരു ഡോക്ടറോട് ചോദിക്കേണ്ട വിഷയം നമ്മൾ എഞ്ചിനീയറോട് ചോദിക്കാറില്ല, അല്ലേ? പിന്നെ ഇങ്ങനെ ദീൻ മാത്രം ഒന്നും പഠിക്കാത്തവർ ചർച്ച ചെയ്യാം. ഭയങ്കര ഗുരുതരമായ വിഷയമാണ്, ഗുരുതരമായി. ഈജിപ്തിൽ ഒരു ഇസ്ലാം അൽ ബഹൈരി എന്ന് പറഞ്ഞൊരു ചങ്ങാതി വന്നിട്ടുണ്ട്. ഈജിപ്തുകാരനാണ് ഇസ്ലാം അൽ ബഹൈരി. പേരെന്നെ ഇസ്ലാം അൽ ബഹൈരി. മഹാന്മാരായ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങളെ ചീത്ത പറയാൻ, അവരുടെ കയ്യും കാലും തലങ്ങും വിലങ്ങും വെട്ടി ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാരാന്നൊക്കെ പറഞ്ഞ് 100ഓളം എപ്പിസോഡുകൾ ഈജിപ്തിലെ ഒരു പ്രമുഖ ചാനലിൽ അദ്ദേഹം ചർച്ച നടത്തി. പിന്നെ ആലിമീങ്ങൾ സംഭവം കാണുന്നത് തിരിച്ച് വളരെ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം ഓരോന്നിനും ജാമിഉൽ അസ്ഹറിലെ ആലിമീങ്ങൾ, ദക്തർ ഉസാമ അൽ അസ്ഹരിയെ പോലെയുള്ള ആളുകൾ, മഹാനായ ഷെയ്ഖ് അലി ജിഫ്രിയെ പോലെയുള്ള യമനിലെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വലിയ ആലിം, ഇവരൊക്കെ ചെന്ന് ഫിഖ്ഹിന്റെ ഓരോ മസലകളും എടുത്ത് ഇയാൾക്ക് അക്കമിട്ട് മറുപടി പറയുന്നുണ്ട്. പക്ഷെ ആദ്യം കേൾക്കുന്ന ഒരു പ്രചുവും ഇയാളുടെ വർത്തമാനം കേട്ടാലേ മദ്ഹബുകളൊക്കെ തെറ്റാണെന്നും അതാണ് ഇതാണ് പച്ചയായ അബദ്ധം പറയാണ്. പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങൾ എന്താ പഠിച്ചത്? അയാള് ബാരിസ്റ്ററാണ്. ആരാണ്? അഡ്വക്കേറ്റാണ്. ദീൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കുറെ പുസ്തകം വായിച്ചു. ആ പുസ്തകങ്ങൾ ആരെഴുതിയതാ? ഓറിയന്റലിസ്റ്റുകാരൻ എഴുതി വിട്ട പുസ്തകങ്ങളാണ്. അതങ്ങോട്ട് വായിച്ചിട്ട് അത് പറയാം 100 എപ്പിസോഡ് അയച്ചു. അപ്പോഴാണ് ഈജിപ്തിലാകെ പ്രശ്നമായത്. റബ്ബേ, ഇസ്ലാമിന്റെ അഖീദയായി വിളിച്ചിട്ടായി കളിക്കുന്നത്. നമ്മുടെ മഹാന്മാരായ ഫുഖഹായിനെയാണ് ചീത്ത പറയണത്. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളും മാലിക് തങ്ങളും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും അബൂ ഹനീഫത്തുൻ നുഅ്മാൻ തങ്ങളൊക്കെ ചെയ്തത് വലിയ മഹാസേവനം ഒന്നുമല്ല എന്ന് നിസ്സാരമായി കാണുന്ന ഒരു അങ്ങാടിച്ചക്കൻ ആ മനുഷ്യന്റെ വർത്തമാനമൊക്കെ കേട്ട് മറുപടി കേട്ടിട്ടില്ലെങ്കിൽ തോന്നിപ്പോകുന്നത് ശരി തന്നെയാണോ എന്ന്. ആലിമിങ്ങളുടെ പേര് അബൂ സറഅനൊക്കെ പറഞ്ഞു. അബൂ സറഅത്തുർ റാസി അബൂ സറഅല്ല, അബൂ സറഅത്തുർ റാസിയാൻ. അതുപോലെ വായിച്ച് എങ്ങനെ പറയാണ്? ഇങ്ങനെ വായിച്ചു പറഞ്ഞ് ദീൻ നശിപ്പിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് ആലിമീങ്ങളെ ശ്രദ്ധിച്ചോളി. മഹാന്മാരായ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദിനെ പോലെയുള്ള മഹാനായ ശംസുൽ ഉലമയെ കാണുകയും അറിയുകയും നേരിട്ട് പഠിക്കുകയും ഒക്കെ അവസരം ലഭിച്ച മഹത്തുക്കളായ ആലിമീങ്ങൾ ജീവിച്ചിരിപ്പുള്ള ഒരു വലിയ നാടാണിത്. അവരിന്ന് പഠിക്കും ദീൻ.
അല്ലാതെ പുസ്തകം വായിച്ചു വരുന്ന പഠിച്ചിട്ട് എന്ത് ചെയ്യരുത്, ഈമാൻ നഷ്ടപ്പെടുത്തരുതേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കേൾക്കുമ്പോൾ ഭയങ്കര രസം തോന്നും ചില സിദ്ധാന്തങ്ങളൊക്കെ. ബുദ്ധിക്ക് യോജിക്കും, പക്ഷെ ഷറയിൽ യോജിക്കൂല. അതാ വിഷയം. ബുദ്ധിക്ക് യോജിക്കുന്നതല്ല ഷറ. ബുദ്ധിക്ക് അനുസരിച്ചാണ് ഷറ വരുമായിരുന്നതെങ്കിൽ ഹുഫമ്മ തടവേണ്ടത് ഹുഫന്റെ അടിയിലാന്ന് പറയുന്ന, ഹുഫ തടവുന്ന ഹുഫന്റെ മേലെയാണ്. കാരണം അക്കലിനനുസരിച്ചല്ല ഷറ വരിക. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിന് നന്മ ചെയ്താൽ നൽകുന്ന വലിയൊരു പ്രതിഫലം യജ്അൽ ലഹു മഖ്റജ. അല്ലാഹു പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതാണ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് പരാതി പറയാൻ വേണ്ടി വരിക. എന്താ പരാതി എന്നറിയോ? നബിയെ, എന്റെ പൊന്നുമോനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ശത്രുക്കള്, എന്റെ പൊന്നുമോനെ തിരിച്ചു കിട്ടണം, എനിക്ക് പരിഹാരം കാണിച്ചു തരണം നബിയെ. യശ്കു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക. ഹബീബിനോട് പരാതി പറയാൻ വേണ്ടി വന്നു നബി നിങ്ങളുടെ മുമ്പിലേക്ക്. പിടിക്കപ്പെട്ടവരുണ്ടാവും, ജയിലിൽ കഴിയുന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യണം. فأوصاه رسول الله صلى الله عليه وسلم നബി തങ്ങൾ വസിയത്ത് ചെയ്തു, അൻ യുക്സിറ ഹുവ വംറഅതുഹു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നബി പറഞ്ഞു, ഔഫേ, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ധാരാളം ചൊല്ലിക്കോളൂ. ജയിലിൽ കിടക്കുന്ന മകനെ രക്ഷപ്പെടണമെന്നാണ് പറയുന്നത്. അതിന് നബി തങ്ങൾ കൊടുത്ത പരിഹാരം ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചൊല്ലിക്കോളൂ ഔഫേ, ചൊല്ലിക്കോളൂ, ഒരുപാട് ചൊല്ലിക്കോളൂ ഔഫേ. ഔഫ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭാര്യയും സ്വന്തം പൊന്നുമോൻ മദീനയിൽ മക്കക്കാരുടെ കൂടെ ബന്ദിയായി കിടക്കുന്ന മകനെ രക്ഷപ്പെട്ടു കിട്ടാൻ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ചൊല്ലിയപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, നിഅമ മാ അമറക ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ആ ഒരു ദിക്ർ എന്തോ ഒരു നല്ല ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വസിയത്ത് അവർ ചെയ്തു. അപ്പോഴാണ് ഒരു രാത്രി ശത്രുക്കൾ മയങ്ങിക്കിടക്കുമ്പോ ആ മകൻ രക്ഷപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കൊടുത്ത ദിക്റാണ്, ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ചൊല്ലി. പെട്ടെന്ന് രാത്രി കാലിലെ ചങ്ങല എങ്ങനെ അഴിയുന്നുണ്ട്. മോൻ കാണാണത്. കാലിലെ ചങ്ങല അഴിയുന്നു. ചങ്ങല അഴിഞ്ഞ് ശത്രുക്കളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു കുഴപ്പം കാണുന്നത് ചങ്ങല അഴിയാണ് രാത്രിയിൽ. എന്റെ വിഷയം എന്നറിയോ? ഉമ്മ വീടിന്റെ ഉള്ളിൽ കിടന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏതൊരു കഴിവും ഏതൊരു സിദ്ധിയുമെല്ലാം അല്ലാഹു നൽകുന്ന കഴിവാണ്, അല്ലാഹു നൽകുന്ന ഹൗലാണ്, അല്ലാഹു നൽകുന്ന ഖുവത്താണ്. ഇത് ഉമ്മ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ മോന്റെ കാലിൽ കിടക്കുന്ന ചങ്ങല താനെ അഴിയുകയാണ്. അഴിഞ്ഞു എന്ന് മാത്രമല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ 400ഓളം വരുന്ന ആട്ടിൻപറ്റമുണ്ട്. ആ 400 ആട്ടിൻപറ്റങ്ങൾ ശത്രുക്കളുടേതാണ്. മഹാനായ ഔഫ് ഇബ്നു മാലിക് അവരുടെ ബന്ദിയായി പിടിക്കപ്പെട്ട ആളാണ്. ബഹുമാനപ്പെട്ടവർക്ക് കൊണ്ടുപോകാൻ അല്ലാഹു മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്ത പോലെ ഒരു ആടിൻപറ്റത്തിന്റെ മുമ്പിലൂടെ അങ്ങനെ നടന്നപ്പോഴേക്കും 400 ആടുകളും അവരുടെ പിന്നാലെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ 400 ആടുകൾ രാത്രി ഉമ്മയുടെ വാതിൽക്ക് ചെന്ന് മുട്ടി നോക്കുമ്പോ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സഹാബിയും അവരുടെ ഭാര്യയും വാതിൽ തുറന്നു കൊടുത്തത് സ്വന്തം പൊന്നുമോന് വേണ്ടിയാണ്. ചോദിച്ചു, മോനെ എങ്ങനെയാ രക്ഷപ്പെട്ടത്? ഉമ്മ, എന്താണെന്നറിയില്ല, എന്റെ കാലിലെ ചങ്ങല താനെ അഴിയുന്നത് ഞാൻ കണ്ടു. ഞാൻ വരുന്നത് എന്റെ കൂടെ 400 ആടുകളും വന്നിട്ടുണ്ട്. 400 ആടുകൾ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നൽകുന്ന ഗനീമത്തായിരുന്നു അത്. അപ്പോഴാണ് ആയത്തിറങ്ങുന്നത്. അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ആയത്തിറക്കുന്ന സൂറത്തു ത്വലാഖിൽ يجعل له مخرجا ويرزقه من حيث لا يحتسب. ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവർക്ക് അല്ലാഹു തആല പ്രശ്നങ്ങളിൽ നിന്ന് പരിഹാരം നൽകും. വമൻ യത്തഖില്ലാഹ്, ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് യജ്അൽ ലഹു മഖ്റജാ, അവരുടെ കടബാധ്യത വീടാനുള്ള വഴി അല്ലാഹു എത്തിച്ചു കൊടുക്കും. അവരുടെ മക്കളെ കെട്ടിക്കാനുണ്ട്, അല്ലാഹു വഴി കാണിച്ചു കൊടുക്കും. അവർക്കും ഒരു വീട് വേണ്ടേ, അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ജോലി വേണ്ടേ, അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പണി യത്തഖില്ലാഹ്, അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുവിൻ. ഹറാമിന്റെ പൈസ
എടുക്കാതിരിക്കുവിൻ, പലിശ ഏർപ്പാടുകൾ നിർത്തിവെക്കുവിൻ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വരുമാനങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിഹാരം റബ്ബ് തരാൻ പോകുന്നുണ്ട്. ഇത് വിശുദ്ധ ഖുർആനിന്റെ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സുഹൃത്തുക്കളെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണം. ഇൻഷാ അല്ലാഹ് ബക്കറ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. എല്ലാവരും എന്ത് ചെയ്യാ, നമ്മുടെ സുഹൃത്തുക്കളെ, ഷമീമല്ലത്, ഖലീൽ, സലീലുണ്ട്, നമ്മുടെ ഉബൈദുള്ളണ്ട്. വളരെ 6-7 മാസം മുമ്പ് കൊടുത്ത ഡേറ്റാണിത്. അന്ന് മുതൽ ഇന്ന് വരെ അവരെ കൊണ്ട് ആയിട്ടല്ല, പക്ഷേ ഈ പരിപാടി നടത്തണം എന്നവർക്ക് ഭയങ്കര ആഗ്രഹം. അവരെ കൊണ്ട് ആവുന്നുണ്ടായിട്ടുമല്ല, അവർക്ക് അതിന് പൈസ ഇല്ലായിരുന്നു. പക്ഷെ അള്ളാഹു ഏതൊക്കെയോ വഴിക്ക് അവരുടെ നിയ്യത്ത് നന്നായതുകൊണ്ടാവണം വലിയ ഭാരമില്ലാത്ത രീതിയിൽ ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഉസ്താദുമാരുടെ ഒക്കെ ദുആ കൊണ്ടായിരിക്കണം. അൽഹംദുലില്ലാഹ്. യജ്അൽ ലഹു മഖ്റജ. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ കാര്യമായിട്ട് എല്ലാവരും സഹായിക്കണേ. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അത്ര പറഞ്ഞ പോലെ നിങ്ങൾ കൊടുക്കൂലേ? പൈസ കൊടുക്കൂലേ? 5 രൂപ 10 രൂപ ഒഴിവാക്കി വിടുവോ? നിങ്ങൾ കൊടുക്കാൻ പറ്റുന്നതിൽ നല്ല സംഖ്യ കൊടുത്തേക്ക്. ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളിവിടെ ഉണ്ട്, ഉസ്താദോടെ ഉണ്ട്, മറ്റു ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ എളിമിന്റെ മജ്‌ലിസ് ഇവിടെ കൊടുക്കണം. ഈ കൂലിഞ്ഞിപ്പോ നാളെ നിങ്ങൾ വിട്ടു പോയിട്ട് എഴുതി കൊടുത്താൽ കിട്ടൂല. അതുകൊണ്ട് നന്നായി കണ്ടറിഞ്ഞ് കൊടുത്തു. നിങ്ങൾ പഠിച്ചോണ്ട് അറിഞ്ഞാൽ മതി. ചില്ലറ പൈസ ഒക്കെ എടുത്താൽ ബാക്കിയുള്ളവരൊക്കെ അറിയും. ഒച്ചുണ്ടാവേ. അപ്പോ നല്ല നീയത്തിൽ കൊടുത്തേക്ക്. അല്ലാഹു ഖബൂലാക്കട്ടെ. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുള്ളാഹി സയ്യിദുൽ താബിഈൻ, താബിഈങ്ങളിൽ സയ്യിദാണ്, മഹാനാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. സാഹിദുൽ അസ്ർ എന്നറിയപ്പെടുക ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സാഹിദാണ് അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഭാര്യ പറഞ്ഞതാണെന്ന്, ഇന്ന് ഗോതമ്പിന്റെ ഒരു പൊടിയില്ലല്ലോ, ഇവിടെ കുറച്ച് ഗോതമ്പ് വേണമല്ലോ. പറഞ്ഞു പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. 1 ദിർഹമുണ്ട്. നമ്മൾ നെയ്ത് കൊടുത്തില്ലേ, അതിന് 1 ദിർഹം കിട്ടിയിട്ടുണ്ട്. എന്നാ അത് താന്ന് പറഞ്ഞു. 1 ദിർഹം എടുത്തിട്ട് ബഹുമാനപ്പെട്ടവരെ അങ്ങാടിയിലേക്ക് ഗോതമ്പ് പൊടി വാങ്ങാൻ വേണ്ടി പോവാ. ആര്? മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. മുസ്തജാബ് ദഅവയായിരുന്നു, ദുആന് ഉത്തരമുള്ള മഹാന. അന്ന് അദ്ദേഹം വീട്ടിൽ വന്നു. സ്വന്തം ഭാര്യയുണ്ട്. എന്നും വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് സ്വീകരിക്കുന്ന പെണ്ണ് അന്ന് സ്വീകരിക്കണില്ല. നല്ല ഭാര്യയായിരുന്നു. വീടിന്റെ മുറ്റത്തെത്തി സലാം പറഞ്ഞാൽ സലാം അടക്കും. മുറ്റത്തെത്തുമ്പോൾ ദിക്റ് ചൊല്ലും. അപ്പൊ അവരും ദിക്റ് ചൊല്ലും. വാതിൽ കത്തിയാൽ തക്ബീർ ചൊല്ലും, അവരും തക്ബീർ ചൊല്ലും. പിന്നെ ഒരു അസ്സലാമു അലൈക്കും എന്ന സലാം അടക്കും. എന്നിട്ട് വാതിലൊക്കെ തുറന്ന് ഭർത്താവിനെ സ്വീകരിച്ച് ഇശാ നിസ്കാരം കഴിഞ്ഞ് വരുന്ന വരവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുത്തി സന്തോഷത്തോടെ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിരുന്ന ആ പെണ്ണ് ഒരു ദിവസം വന്നപ്പോ സലാമും അടക്കണില്ല, വാതിലും തുറക്കണില്ല, വീട്ടിൽ ലൈറ്റും കത്തിയിട്ടില്ല, അന്ന് അവര് വിളക്ക് കത്തിച്ചിട്ടില്ല. നോക്കുമ്പോ അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക, താടിക്ക് കൈയും കൊടുത്തിട്ട്, പെണ്ണെ നിനക്ക് എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ അടുത്ത ആളല്ലേ, ഒരു വേലക്കാരിയെ നമുക്ക് വേണമെന്ന് പറഞ്ഞ മുആവിയ തങ്ങൾ നിങ്ങൾക്ക് തരുമല്ലോ, നിങ്ങൾ ചോദിക്കാഞ്ഞിട്ടല്ലേ. അപ്പൊ മനസ്സിലായി ഇവൾ ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്. അതിലൊരു ദ്വാരുന്നു, പടച്ചവനെ, എന്റെ പെണ്ണിനെ ആരാണോ പഴപ്പിച്ചത് അവരുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കൊണ്ടുപോകണേ. 4 വീട് അപ്പുറത്തുണ്ട് ഒരു പെണ്ണ് പറയണ, ആരാപ്പ വിളക്കണച്ചത്? പറഞ്ഞു, വിളക്കണച്ചിട്ടില്ലല്ലോ പെണ്ണെ. നോക്കുമ്പോൾ കണ്ണിന്റെ കാഴ്ച പോയതാ. മനസ്സിലായി ഇത് അബൂ മുസ്ലിം അൽ ഖൗലാനിയുടെ ദുആയാണ്. കൈ പിടിച്ചു വന്നു, അബൂ മുസ്ലിം ഖൗലാനി, എനിക്ക് മാപ്പാക്കി തരണം, എനിക്ക് മാപ്പ് തരണം, മാപ്പ് തരണം, മാപ്പ് തരണം. കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ട്. നിങ്ങളാണല്ലേ എന്റെ പെണ്ണിനെ പഴപ്പിച്ചത്. എന്തിനായി കഷ്ടപ്പാടൊക്കെ? നിങ്ങളുടെ ഭർത്താവിന് നല്ല പൈസ കിട്ടുമല്ലോ, ഖലീഫയോട് ഒന്ന് ചോദിച്ചാ പോരെ? നാട്ടിലൊക്കെ അങ്ങനെ പറയില്ല. നിങ്ങൾ എന്തിനാ ഈ ശമ്പളം ഇല്ലാതെ ഇറങ്ങാറാ? അറബിനോട് പറഞ്ഞാൽ പോരെ? മൂപ്പര് പേരുണ്ടാക്കി തരില്ലേ? അല്ലെങ്കിൽ മുതലാളിയോട് പറഞ്ഞാൽ പോരെ? അയാളോട് പറഞ്ഞാൽ പോരെ? നിങ്ങൾക്ക് കുറെ MLA-മാരോ പരിചയമില്ല. ഈ പൊതുപ്രവർത്തകരുണ്ട്. എല്ലാവരും വിചാരിക്കും ഓലക്കാര്യം ശരിക്കും. ഓലക്കാര്യം മഹാപോക്കായിരിക്കും. ഓർക്ക് പെരയുണ്ടാവില്ല, ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ കുട്ടികളെ, വളരെ വിഷമത്തിലായിരിക്കും എന്ന് വിചാരിക്കും. ഓർക്ക് ഭയങ്കര മന്ത്രി ഇപ്പൊ വിളിച്ചാൽ വരും, അല്ലെങ്കിൽ പാണക്കാട് താങ്കൾക്ക് വിളിച്ചാൽ അപ്പൊ തങ്ങളെത്തി. ഇങ്ങനെ ബന്ധമുള്ള ആൾക്കാരുണ്ടാവും. ഓലക്കാര്യൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും നമ്മൾ വിചാരിക്കുക. ഇവിടെ വളരെ കഷ്ടപ്പാടിലായിരിക്കും. അവരതൊന്നും ഉപയോഗപ്പെടുത്തൂല. അങ്ങനത്തെ അബൂ മുസ്ലിം അൽ ഖൗലാനിയുടെ ഭാര്യയോട് ഈ പെണ്ണ് വന്ന് പറഞ്ഞു കൊടുക്കുകയാണെ, നിങ്ങൾ ഈ കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് ചോദിച്ചാൽ ഉടനെ തരൂലേ നിങ്ങളുടെ ഭർത്താവിന്? ഒന്ന് ചോദിക്കാൻ പറയുന്നു. അപ്പോഴാ
ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന എന്റെ പെണ്ണിനെ മറ്റുള്ളവനിലേക്ക് കണ്ണുയർത്തി നോക്കുന്ന അവസ്ഥയിലേക്ക് എന്റെ പെണ്ണിനെ തകർത്തവരാരാണോ അവരുടെ കണ്ണിന്റെ കാഴ്ച നീ എടുത്തു കൊണ്ടുപോകണമേ എന്ന ഒരൊറ്റ നേരത്തെ പറഞ്ഞതേ കണ്ണിന്റെ കാഴ്ച പോയി പെണ്ണിന്റെ. അവൾ വന്നിട്ട് കാല് പിടിച്ച് സങ്കടപ്പെട്ട് പറഞ്ഞു. കാല് പിടിച്ചു എന്നല്ല, അതായത് അത്രയും ബഹുമാനപ്പെട്ടവരോട് താണുകയാണ് പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം, അള്ളാഹുവേ കണ്ണ് കൊടുത്തേക്കെന്ന് പറഞ്ഞു. കൈ പിടിച്ചു വന്ന പെണ്ണ് പിന്നെ കണ്ണ് കണ്ടിട്ട് തിരിച്ചു പോയതെന്ന്. അങ്ങനത്തെ മഹാന അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. കറാമത്തുണ്ടായിരുന്ന വലിയ മഹാന. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമാത്തുൽ വലി, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കറാമത്തും അംബിയാഇന് മുഅ്ജിസത്തും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതാണ് നമ്മുടെ അഖീദ. ഇരിക്കട്ടെ, ആ അബൂ മുസ്ലിം അൽ ഖൗലാനിക്ക് ഭാര്യ എത്ര കൊടുത്തു പൈസ? 1 ദിർഹം. എന്തിനെ? ഗോതമ്പ് വാങ്ങിക്കാൻ വേണ്ടി. അങ്ങാടിയിൽ ചെന്നപ്പോഴ ഒരാൾ വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചിച്ചു വരുന്നത്. ആ 1 ദിർഹം അയാൾക്ക് എടുത്തു കൊടുത്തു. പിന്നെ ഓർമ്മ റബ്ബേ, പെണ്ണ് ഗോതമ്പ് വാങ്ങിക്കാൻ തന്ന പൈസയാണുള്ളത്, അതും പോയി. ഇനി എന്ത് ചെയ്യും? 5 കാശ് കയ്യിലില്ല. അപ്പൊ കുറച്ച് വൈക്കോലും കുറച്ച് ഇലയും കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് കീസിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിടക്കേണ്ട വീട്ടിൽ ചെല്ലുമ്പോ അങ്ങനെ ഭാര്യന്റെ കയ്യിൽ ഏൽപ്പിച്ചവിടെ വീട്ടിൽ ഇറക്കി വെച്ചിട്ട് അദ്ദേഹം വീട്ടിൽ നേരെ തിരിച്ചു പോന്നു. വൈകുന്നേരം ആയപ്പോ ഗോതമ്പ് റെഡിയാണ്, റൊട്ടി റെഡിയാണ്. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിം അൽ ഖൗലാനി ചോദിച്ചു, മിമ്മ ഹാദിഹി, എവിടുന്നാണ് ഈ ഗോതമ്പ് കിട്ടിയത്? നിങ്ങളാ കൊണ്ടുവന്ന കീസിൽ നിറയെ ഗോതമ്പായിരുന്നുവല്ലോ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നീ വലിയവനാണ് പടച്ചവനെ, നീ സുബ്ഹാനല്ലാഹയാണ്, നിനക്കാണ് ഹംദ് റബ്ബേ. വൈക്കോലും മണ്ണുമായി ഞാൻ നിറച്ചു കൊണ്ടുപോയ ബാഗിൽ കിടക്കുന്ന മണ്ണ് എന്റെ ഭാര്യ നോക്കുമ്പോഴേക്കും ഗോതമ്പാക്കി മാറ്റിക്കൊടുത്ത പടച്ചവനെ. അങ്ങനത്തെ കറാമത്തുകൾ ഉണ്ടായ മഹാനാണ് സയ്യിദു താബിഈൻ, താബിഈങ്ങളുടെ നേതാവായ അബൂ മുസ്ലിം അൽ ഖൗലാനി റഹ്മഹുല്ലാഹ്. ഒരു വിഷമം വന്നപ്പോ ഇജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു തആല വഴി കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു വഴി കാണിച്ചു കൊടുക്കുകയാണ്. പ്രയാസപ്പെടണ്ട, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളല്ലേ, നിങ്ങളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. കടം വിടാൻ പറഞ്ഞ ദുആ ഉണ്ട്, അതൊന്ന് ചൊല്ലി നോക്കി. അതിൽ അസർ ഇങ്ങനെ കാണുന്ന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, നിങ്ങൾ ഇത് ചൊല്ലിയാൽ ഖല്ലല്ലാഹു അൻക ദൈനക വകഫാക ഹമ്മക, നിങ്ങളുടെ വിഷമം അല്ലാഹു തീർത്തു തരും, നിങ്ങളുടെ കടം അല്ലാഹു വിട്ടുതരും. ഇത് ചൊല്ലി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ആഴ്ചകളായില്ല തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എന്റെ കടങ്ങൾ എങ്ങനെയാണ് വിടുക എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ ദിക്ർ ഞാൻ ചൊല്ലിയപ്പോൾ അല്ലാഹു ദിക്ർ വിട്ടിത്തന്നുവല്ലോ. ആ ദിക്റെ നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്, ജീവിതത്തിൽ അത്ഭുതം കാണും. അല്ലാത്ത അത്ഭുതമുള്ള ദിക്റാണ്. മനസ്സറിഞ്ഞ് ചൊല്ലി നോക്കൂ, അന്നക്കന്ന് അല്ലാഹു ഒരു പരിഹാരം കാണിച്ചു തരുന്ന. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. مجرب അനുഭവിച്ചറിയാനുള്ള ദിക്റാണിതെന്ന അല്ലാഹു തആല നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു വിട്ടുതരട്ടെ, അല്ലാഹു വിട്ടുതരട്ടെ, അല്ലാഹു നമുക്ക് വിട്ടുതരട്ടെ. ബറകാതും മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്ത് ഇറങ്ങി വരും. സജ്ജനങ്ങൾ ഉണ്ടാകുമ്പോ, നല്ല മനുഷ്യന്മാർ അല്ലാഹു പറഞ്ഞ പോലെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ ആകാശ ലോകത്ത് നിന്ന് ബറക്കത്ത് ഇറങ്ങി വരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൗ അന്ന അഹ്ലൽ ഖുറാ آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولو أن أهل القرى ഒരു ഗ്രാമവാസികൾ പങ്കടമുഖർ എന്ന് പറഞ്ഞ ഇതൊരു ഗ്രാമപ്രദേശമാണെന്നല്ലേ. മുഗറോ കമ്പാർ, അങ്കടി മുഗർ കമ്പാർ. നമ്മൾ വിചാരിക്കും ഉൾനാട്, ഇവിടെ ആയിരിക്കും വലിയ ഫാഷനുള്ള ചെക്കന്മാരുണ്ടാവുക, ഭയങ്കര സ്റ്റൈൽ, ഹെയർ സ്റ്റൈലും ടാറ്റുവും അതുപോലെ ടീഷർട്ടും പാൻറ്റൊക്കെ പല കോലത്ത്. ഇതൊക്കെ ഈ ഉൾനാട്ടിലാണ്. നമ്മൾ വിചാരിക്കും ഇവിടെയൊക്കെ നല്ല പച്ചയായ നല്ല മക്കളായിരിക്കും. ഇപ്പൊ ഇങ്ങനെ ഉള്ളും പുറമൊന്നുമില്ലല്ലോ, എല്ലാ നാടും ഇപ്പൊ എന്തായിട്ടുണ്ട്, സിറ്റികളായി മാറിയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്. നല്ല മക്കൾ തന്നെയല്ലേ, പുതിയ
ഇവിടെ ഒന്ന് വടിച്ചിട്ട് പിന്നെ കുറച്ച് ഹെയർ, ഇവിടെ കുറച്ച് ഹമ്പ് പോലെയുള്ള ഹെയർ, നമുക്കങ്ങനെ പറ്റില്ല. ഒരു ഭാഗം ഷേവ് ചെയ്തിട്ട് മറ്റു ഭാഗം മുടി നിർത്തുക, ആ പരിപാടി പറ്റില്ല എന്നാ. ഈവൻ എല്ലായിടത്തും ഒരേപോലെ വെട്ടണം എന്നാ. മുടി എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഒരു ഭാഗം ഷേവ് ചെയ്യുക, പിന്നെ കുറെ ഇങ്ങോട്ട് കുറെ ഹിപ്പികളായിട്ട് കുറെ കോലത്തിൽ അങ്ങനെയൊക്കെ കാണും ചെറുപ്പക്കാരെ. ചെയ്തു പോകല്ലേ. തലയിൽ ഹറാമിന്റെ കുറ്റം, അത് ആ മുടി വളരെ വലുതായി ആ പഴയ മുടിന്റെ അത്ര എത്തണവരെ കുറ്റം ഉണ്ടാവും ഓരോ സെക്കൻഡും. എന്തിനാ അതൊക്കെ വാങ്ങിച്ചെടുക്കണം? ഒന്നുകിലും മുട്ട അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. എല്ലായിടത്തും ഒരേപോലെ വെട്ടിക്കണം, മുടി ഒരേപോലെ ആവണം. അതാണ് നബി തങ്ങളുടെ സുന്നത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബറകാത്തും മിനസ് സമാ, ഏതെങ്കിലും ഒരു ഗ്രാമവാസികൾ നന്നായാൽ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ, ഒരു ഗ്രാമവാസികൾക്ക് ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലാഹു അവരെ പറ്റി മദീനക്കാരെ എന്നാ പറയാ. അവരെ പറ്റി ഗ്രാമം ഖുറാ എന്ന് പറയില്ല, പിന്നെ മദീന എന്നാ പറയാ. അത് ഖുർആനിന്റെ ലഫ്ളുകളിൽ ഒരു ഇജാസിൽപ്പെട്ടതാണ്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്ആ, وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين واضرب لهم أصحاب القرية. ഗ്രാമക്കാരെ പറ്റി പറഞ്ഞു കൊടുക്കും നബിയെ. അന്താകിയക്കാരെ കുറിച്ച് അവരിലേക്ക് അല്ലാഹുവിന്റെ 3 ദൂതന്മാർ ചെന്ന കഥ പറഞ്ഞു കൊടുക്കും. സൂറത്ത് യാസീൻ. അസ്ഹാബൽ ഖറിയ, അത് ഗ്രാമമാണ്. അതില് ഹബീബ് നജ്ജാർ എന്ന മഹാനായ അല്ലാഹുവിന്റെ വലിയ മുസ്ലിമായ അല്ലാഹുവിന്റെ നബിമാരെ അംഗീകരിച്ച് ഒരു മുഅ്മിൻ ഉണ്ടായപ്പോഴേക്കും അല്ലാഹു പറഞ്ഞെന്താണ്, വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ, മദീനയുടെ നഗരത്തിന്റെ അറ്റത്ത് നിന്നും ഒരാൾ വന്നു. ഖറിയ ഗ്രാമമില്ല, നഗരമായി. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടാകുമ്പോ ഖറിയ എന്ന് പറയാം. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെങ്കിലും വന്നാൽ അള്ളാഹു ഗ്രാമം എന്ന് മാറ്റി പിന്നെ നഗരം എന്നാ പറയാ. മദീന എന്നാ വിളിക്കുക. അള്ളാഹു ഗ്രാമം എന്നായിരിക്കും ഉദ്ദേശം, പക്ഷെ അള്ളാഹു മദീന എന്നാ വിളിക്കാം. വലൗ അന്ന അഹ്ലൽ ഖുറാ, ഏതെങ്കിലും ഒരു ഗ്രാമവാസികൾ ആമനൂ വത്തഖൗ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും. ഇപ്പൊ വിശ്വസിക്കാത്തവരെ പറ്റി പറയുന്നത്, അങ്ങനെ ആരുമില്ലാത്ത സ്ഥലത്തിന് സ്വർഗം എന്ന് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളല്ലേ പറഞ്ഞത്? ഒരു മുസ്ലിം ഇല്ലാത്ത നാടിന്റെ സ്വർഗം എന്ന് പേരുണ്ട് പറഞ്ഞാലേ, അമീറായിട്ട് പറഞ്ഞാൽ ശരി തന്നെയാക്കൂലേ സാറേ? ജന്നത്തുൽ കാഫിർ, കാഫിറിന്റെ സ്വർഗം തന്നെയാണല്ലോ ദുനിയാവ്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. അപ്പോ ഈമാൻ ഇല്ലാത്ത ഒരു സമൂഹത്തിന് ഈമാൻ കിട്ടിയാൽ, അതുകൊണ്ടാണ് ഈമാൻ ഇല്ലാത്തൊരു സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ, അവർ അല്ലാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്താൽ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് ബറക്കത്ത് നാം ഇറക്കി കൊടുക്കും. മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തുന്ന ഒരു അത്ഭുതമുണ്ട്. അഹ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് ഗോതമ്പിന്റെ മണികൾ സൂക്ഷിക്കുന്ന ഗ്രൈനറി ഉണ്ട്. ആ ഗ്രൈനറിയിൽ ഞാൻ ചെന്ന് നോക്കുമ്പോ ഗോതമ്പിന്റെ ചില മണികൾ കാരക്കയുടെ കുരുവിനോളം വലുപ്പമുള്ള ഗോതമ്പ് മണികൾ കണ്ടിട്ടുണ്ട്. അഹ്മദ് റളിയല്ലാഹു അൻഹു പറയാണ്, കാരക്കയുടെ കുരുണ്ടല്ലോ, അതും ഗോതമ്പ് ഏകദേശം ഒരു ഷേപ്പാണല്ലോ, അതേ അത്ര വലുപ്പമുള്ള ഗോതമ്പിന്റെ ധാന്യമണികൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അൽ ഹബ്ബത്തു ബിഖദ്രി നവാതി തംർ. അങ്ങനെ നോക്കുമ്പോൾ ആ ഗോതമ്പുള്ള കീസിന്റെ മുകളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, കാന ഹാദാ യംബുതു ഫീ സമാനിൽ അദ്ലി, നീതി നടക്കുന്ന കാലഘട്ടത്തുണ്ടായ ഗോതമ്പാണിത്, നീതി നടന്നിരുന്ന കാലത്തുണ്ടായ ഗോതമ്പാണിത്. നോക്കുമ്പോൾ മറ്റാരുമല്ല മഹാനായ ഖലീഫ അൽ മുജദ്ദിദായ ഇമാം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിച്ചിരുന്ന കാലത്ത് ഗോതമ്പിന്റെ വലിപ്പം കാരക്കയുടെ കുരുവിനോളം. വലിയ അത്ഭുതം വേറെയുണ്ട്. മഹാനായ മൂസ ഇബ്നു അയ്യൂൻ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരിക്കുമ്പോൾ ഞങ്ങളുടെ ആടുകളെ ഞങ്ങൾ മേച്ചിരുന്നത് ചെന്നായ്കളുടെ കൂടെയാണ്, ചെന്നായ്കളുടെ കൂടെ. വകാനത്തിൽ വുഹൂശ് വന്നിആബ് തർആ ഫീ മകാനിൻ വാഹിദിൻ, കാട്ടിലെ ഹിംസ്രജീവികളും കാട്ടുജീവികളും ഞങ്ങളുടെ ആടുകളും ഒരു സ്ഥലത്ത് മേഞ്ഞു നിൽക്കുമായിരുന്നു. ആരും ആരെയും കയറി പിടിക്കൂല, ആരും ആരെയും ആക്രമിക്കൂല, ആട്ടിടേന് പേടിക്കേണ്ട ആവശ്യമില്ല. സിംഹങ്ങളും അതുപോലെ പുലികളുമൊക്കെ അവരുടെ സ്വൈരവിഹാരം നടത്തുന്നുണ്ട്, ഞങ്ങളുടെ ആടുകളെ തൊടില്ല. അങ്ങനെ ഒരുപാട് കാലം ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ അന്നൊരിക്കൽ ഞങ്ങൾ രാത്രി കടന്നുറങ്ങിയപ്പോൾ ഒരു ചെന്നായ ഞങ്ങളുടെ ഒരാടിനെ പിടിക്കാൻ വേണ്ടി വന്നു. കാലങ്ങളോളം അത് സംഭവിച്ചിട്ടില്ല.
പേടിച്ചില്ല. ഒരു രാത്രി ഒരു ചെന്നായ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി വന്നു. ഞങ്ങൾ പറഞ്ഞു മൂസ ഇബ്നു അയ്യൂബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ പറഞ്ഞു മാ നറ റജുല സ്വാലിഹ ഇല്ലാ ഹലക. ആ നല്ല മനുഷ്യൻ മരിച്ചു കാണും, ആ നല്ല മനുഷ്യൻ ഇന്ന് മരിച്ചു കാണും. നോക്കുമ്പോൾ ആ രാത്രിയായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞത്. ബഹുമാനപ്പെട്ടവർ, അങ്ങനെ ആ മരണപ്പെട്ട ആ രാത്രി അന്ന് തന്നെ ചെന്നായകൾ ആടുകളെ പിടിക്കാൻ തുടങ്ങി. ആ മഹാനുഭാവൻ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങൾക്ക് പേടി വന്നിട്ടില്ല. എന്തേ ഈ വിഷയമെന്നറിയുമോ? ആകാശഭൂമികളിൽ നിന്നുള്ള ബറക്കത്ത് അല്ലാഹു ഇറക്കി തരും. ഇത് മുഅ്മിനായ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ ആ ഒരു സാമീപ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മൻ തറക ലില്ലാഹി